മാതാവേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തോളണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്റ്റീഫ, എന്തായി ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റീഫ, നാളത്തോണ്ട് തീർക്കാട്ടാ. ഇത് കൊറേ കേൾക്കണേ, എന്തെങ്കിലും തീർക്കോ? ഉറപ്പായിട്ട് തീർക്കും. കണക്കൊക്കെ വെക്കല്ലേ? എന്തായി ഒരുക്കങ്ങളൊക്കെ? അങ്ങനെ പോണു. എന്താ ഒരു ടെൻഷൻ പോലെ? എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. കൊറേ ആയില്ലേ മുടങ്ങി പോണേ. അതിന്റെ ഈ പന്ന നാട്ടുകാരാ ഓരോ കഥകളുണ്ടാക്കി എൻ്റെ അനിയഞ്ചക്കൻ്റെ കെട്ട് മുടക്കണേ. വീടല്ലേ ഞാൻ പറഞ്ഞതിനേയും ഈ കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. നാട്ടുകാർ മാത്രല്ല, ബന്ധുക്കളും ഉണ്ട്. സ്റ്റീഫ, ഈ ആലോചന ഞാനല്ല കൊണ്ടുവന്നേ. പെണ്ണിനും വീട്ടുകാർക്കും മാത്യുവിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെന്തിനീ ടെൻഷൻ അടിക്കണേ? ഛേ, നീ വിട്ടുകളഞ്ഞേ. മാത്യു, അവനോട് ചേട്ടത്തിമാരോട് പ്രാർത്ഥനയില്ല. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എൻ്റെ ഈശോയെ, ഈ തുണയെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കെട്ട് നടക്കണേ. ഒരു തടസ്സം കൂടാതെ കാത്തോളണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നോക്കെങ്കിലേ ഇത് കണ്ട ഓണാഘോഷത്തിന്റെ അടുത്താ. അന്ന് പാർത്തനെങ്കിൽ അങ്ങ് ഞങ്ങളുടെ അടുത്തൊന്ന് ഉടക്കാൻ വന്നു. അടിയാണെന്ന് മനസ്സിലായതും ചോടൊറ്റ ഓട്ട. അങ്ങളെ ഉറങ്ങലേ. ആ അങ്ങളെ പക്ഷെ മാറ്റി വിടൂ. അവര് സ്റ്റേജിലേക്ക് കയറിയതും ചാടി ഒരു വരവാൻ, പിന്നെ അടിയോടടി. ദാ കിടക്കണ രണ്ടെണ്ണം. അങ്കിളെ പിന്നെ അടിയുടെ പൂരായിരുന്നു. അങ്ങനെയൊക്കെ നടന്ന ചെക്കന ഇപ്പൊ കെട്ടി സെറ്റിലാവും. അങ്കിളെ പക്ഷെ ഫേസ്ബുക്കിൽ അവൻ എല്ലാ ഫ്രണ്ട്സിനെയും ടാഗ് ചെയ്തൊരു പോസ്റ്റ് ഇട്ട് എന്നെ മാത്രം അൺടാഗ്. എന്തിനാ മനസ്സിലായി? എനിക്ക് മനസ്സിലായി. എനിക്ക് സർപ്രൈസ് തരാ. കെട്ടിന്റെ തലേദിവസം വിളിച്ച് എന്നെ ഞെട്ടിക്കാനേ. അങ്കിളെ ഞാനാരാ മോൻ? കെട്ടിന്റെ ഒരാഴ്ച മുമ്പ് ചെന്നാ അവൻ എന്നെ കണ്ട് ഞെട്ടൂലേ? അങ്ങനെ ഞെട്ടൂലേ? ഞെട്ടും. പാവം. പാവൊന്നുമല്ല. പണ്ടൊരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്തെ ഓപ്പോസിറ്റ് ടീമിന്റെ ഫൗള് വിളിച്ചില്ല എന്നും പറഞ്ഞ് റെഫറിയുടെ അല്ല റെഫറിയുടെ പെടലി കുറ്റി അടിച്ചു ഓടിച്ചാരാണ് അവൻ എന്റെ ബാത്തി. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണാവോ? കണ്ട ജോണിനെ കണ്ട. എൻ്റെ ഫ്രാൻസിസ്, ഇതിപ്പോ ഇത്ര ചോദിക്കേണ്ട. എല്ലാ ഐറ്റംസും വേണമെന്ന്. എൻ്റെ അനിയഞ്ചക്കൻ്റെ കെട്ടല്ലേ, ഒന്നിനും കുറവുണ്ടാവരുത്. കാശിന്റെ കാര്യം നീ വിട്ടോ, അത് നമുക്കൊരു പ്രശ്നമില്ലാന്ന്. പ്ലേറ്റിന് എത്രയെന്ന്? ഇതെന്നൊരു സ്വർണ്ണത്തിന്റെ പ്ലേറ്റാ നീ വെച്ചിട്ട് പോയേ? ഇവിടെ കേറ്ററിംഗ് നടത്തുന്ന വേറെ ടീംസ് ഉണ്ട്. ഇനിയിപ്പോ വളഞ്ഞു കുത്തി നിൽക്കുക ശരിയായി കയറുന്നു തന്നെ. അല്ല ഒന്ന് അനങ്ങിച്ചീടാ. ഇന്നത്തോടെ പണി തീർത്തല്ല അമ്മച്ചിയാണ് നിന്റെ വാൽറ്റൂബി. നിന്നോട് ഞാൻ ഗേറ്റിന് അടിക്കാനല്ലേ പറഞ്ഞത്? ജോഷി വിളിച്ചു നോക്കാം. കുറച്ച് കാശ് പീറ്ററേട്ടാ, പിള്ളേർക്ക് ഇന്ന് കൂലി കൊടുക്കണോ? കൊടുക്കാലോ. അല്ല, 25,000 റുപ്യ കണക്ക് തീർത്താ തീർക്കാലോ. മാനേജറെ തന്നെ കുന്തണ ഈ മേസ്ത്രിയുടെ കണക്കെടുത്തേ. 2012 ജൂൺ 12 മേടിച്ച് 20,000 രൂപ. 1000 രൂപ വെച്ച് തിരിച്ചടച്ച 6 തവണ. അപ്പൊ എത്ര അടവ്? 20,000 രൂപയ്ക്ക് 7 വർഷവും 3 മാസവും 10% പലിശയ്ക്ക് 15,225 രൂപ പലിശ. അതിലെത്ര അടച്ചു എന്ന് പറഞ്ഞേ? 6,000. 6,000. 15ഉം 20ഉം 35,225 രൂപയിൽ 6,000 കഴിച്ച് 29,225 കൂലി 25,000 കഴിച്ച് ബാക്കി 4,225 രൂപ. എപ്പോ തരും? എപ്പോ തരും?
കുറച്ച് സമയം കൂടി വേണം. നല്ലോണം ഇറക്കടാ. നീ എന്തൊട്ട് പഠിച്ചു MBA. MBA. കാലം മാറി. ഇവർക്കൊന്നും പണിയെടുക്കാൻ ഒരാളും ഇല്ലല്ലോ എന്റെ ദൈവമേ. മാമനെ ഇതിപ്പ കാണിച്ചേരാ. ആഹാ വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോട്ട്. കണ്ടാ ബൈസ്. ഹേയ് പീറ്ററാ, നിങ്ങൾ ഇതുവരെ ചത്തില്ലല്ലേ? ഏതാണെന്നറി നീ? എന്നെ മനസ്സിലായില്ല? ഞാൻ നീരജ്, നാട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എവിടെ എവിടെ നമ്മുടെ കല്യാണച്ചക്കൻ? എനിക്ക് അവനെ ഞെട്ടിക്കണം. ഇത് പിടിച്ചോ. ഈ കുരിപ്പ് എവിടേക്ക് കയറി പോണെ? എന്തുട്ട് സാധനം പീറ്ററേട്ടാ, ഒന്നുകൂടി പൂശിയാലോ? പെയിന്റ്. ഈ ചേച്ചിക്ക് ചേട്ടനേക്കാളും കളറുണ്ടല്ലോ. വീട്ടക്ക് എല്ലാം നിന്റെ ഭാഗ്യാടാ. അള്ളിയ എന്റെ പൊന്നോങ്ങടും അന്ന് താടിയൊക്കെ വെച്ച് തടിച്ചടാ നീ. നീ എന്നെ ഉണ്ടാക്കിയതല്ലേ? എന്നാലും ഞാൻ വന്നില്ലടാ. ഞെട്ടി കള്ളം. അയ്യോ വല്ലാത്ത ചൈത്തായിട്ടോ. എന്നിട്ട് വയറൊക്കെ ചാടിയില്ല. കൊച്ചുണ്ടായത് എന്താ എടാ ജോൺ എവിടെയാടാ? കെട്ടിന്റെ അന്ന് വരും. കെട്ടിന്നോ? എടാ ജോൺ ആരടാ? നമ്മടെ ചങ്ക്. അവനിപ്പോ വരണം. എന്നാലേ ഒരു ആഘോഷമുള്ളൂ. നീ അവിടെ ഇരുന്നേ, ഞാൻ വിളിക്കാടവനെ. തലേന്ന് വരാൻ പറ. തലേന്നോ? അവനിപ്പോ വരണം. ഇന്ന് വരണം. ഇവനെന്ന് നീ സാധനത്തിന് വിളിച്ച് എവിടെങ്കിലും പൊക്കോ, അല്ലെങ്കിൽ ഇവിടെ കെട്ടിന് മുമ്പ് ഒരു കൊല നടക്കും. എന്ത് തേങ്ങ ശ്രദ്ധിച്ചേണ്ടി. നമ്മളെവിടേക്കാ? കാലടി കാലിന്റെ കാലടിക്കുന്നു. അതെന്തിനപ്പ അങ്ങോട്ട്? നീ അല്ലേ പറഞ്ഞ ജോണിനെ കാണുന്നു? ജോണിപ്പ എവിടെയാ? ആ അതായാലും പൊളിച്ച്. ലാസ്റ്റ് അവനെ എന്റെ കല്യാണത്തിനാണ്. നീ എന്താ എന്റെ കല്യാണത്തിന് വേണ്ടത്? തിരക്കായിരുന്നു. നീ ഇളക്കണ്ട. പണ്ട് സ്കൂളില് ജോൺ ഉണ്ടാക്കണ എല്ലാ പ്രശ്നങ്ങളും നീ ഞാനും അല്ലേ പോയി തീർക്കാറ്? ജോണാ എല്ലാ അലമ്പും നീയല്ലേ ഉണ്ടാക്കാറ്? ഓണാഘോഷം, വയനാട് ടൂറ്, രാഗം തിയേറ്ററിൽ അടിപിടി, എല്ലാ അടിയും പിടിച്ചു വാങ്ങിച്ചിട്ട് വരും അവൻ. അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ? അയ്യോ ഇവിടെ നിന്ന് കുറുകാണ്ട് ചെന്നോട്ട് അടി മേടിക്കണം. ശേഷം ഇത് കണ്ടോ? ചോര വരുന്നത് കണ്ടില്ലേ മാഷെ? ഇവന്മാരൊന്നും സ്റ്റുഡൻസ് അല്ല, ഗുണ്ടകളാ. നീ ഓമാരുടെ കൂടെ കൂടിയോ? ഇല്ല. സംസർഗാതി ഗുണാദോഷ
ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ട ഗുണം അച്ചടക്കമാണ്. ചില മരത്തലയന്മാർക്ക് അതിന്റെ വില മനസ്സിലാവില്ല. കുറച്ച് പാടുപെടേണ്ടി വരും. എന്നാലും പഠിപ്പിച്ചല്ലേ പറ്റൂ. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തിരിയില്ല. അയ്യോ കർത്താവേ, നിർത്തിപ്പൊരിക്കാന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എടാ ശങ്കരൻ സൈക്കോടാ, ഈ വെയിലത്തുനിന്ന് എന്റെ കളറൊക്കെ ആകെ പോവും. അവന്റെ ഒരു കളറ് നീയും പാർത്തനും തമ്മിൽ എന്തായിരുന്നു അലമ്പ്? എടാ ഒന്നുമില്ല, അത് ഇവൻ തുടങ്ങിയായിരിക്കും. പെണ്ണേസായിരുന്നല്ലേ? ഇവിടെ നിർത്തറ, ബാക്കിയുള്ളവരെന്നെ എന്തുകൊണ്ടും വിളിച്ചോട്ടെ. താറ വാ നോക്കി പെൺകോന്ത, പക്ഷെ നിങ്ങളും കൂടി. ആ അപ്പത് പെണ്ണേസ് തന്നെ. എനിക്കറിയായിരുന്നു. അയ്യോ കാല് വേനിക്കണേ കാല്. വൃത്തികേടാ കാണിക്കണേ. വൃത്തികേടാണോ? ഇപ്പം മാറിയില്ലേ? ആ പെണ്ണുമ്പിള്ള എരുതിയിൽ എണ്ണ വെച്ചോണ്ടല്ലേ ശങ്കരമാഷ് നമ്മളെ വെയിലത്ത് ഉണക്കാട്ടത്. അതിനൊരു പണി കൊടുത്തേ പറ്റുള്ളൂ. അവരുടെ മോനടിച്ച് പഞ്ഞിക്കിട്ട് കഴിഞ്ഞാ അവർക്ക് പിന്നെ ദേഷ്യം ഉണ്ടാവില്ലേ? ആണോ? ഒന്നില്ല, അവരെ നമ്മുടെ ടീച്ചറല്ലേ? ഞാൻ മാച്ചളഞ്ഞേ. ടീച്ചർ മറ്റേതാണ്ടാ മറ്റേത്. ഇവനൊന്നും പറഞ്ഞു മനസ്സിലാവില്ല കേട്ടോ. ഇവിടെ വന്നേ. നീ ഇങ്ങനെ നോക്കി വെള്ളറക്കണ്ടോന്നോ? അവളെല്ലാം ആമ്പിളേര് കൊത്തിക്കൊണ്ടു പോവും. പിന്നെ ആ ശങ്കരനെ പേടിച്ചിട്ടാണ് സ്കൂളിൽ ആരും അവളെ വായ നോക്കാത്ത. അതെ, 2 മാസം കഴിഞ്ഞാ നമ്മള് സ്കൂള് കഴിയും. പിന്നെ പോണത് കോളേജിലേക്കാ. എപ്പൊ കൊത്തിയുണ്ടോ എന്ന് ചോദിച്ചാ മതി. എടാ ഞാൻ കുറച്ചുകൂടെ കമ്പനി ആയിട്ട് പറയാന്ന് വെച്ചിട്ടാ. നീ കൂടുതൽ കമ്പനി ഒന്നും ആവാൻ നിക്കണ്ട. ലാസ്റ്റ് ജോണെ പോലെ ഉണ്ടല്ലോ, കയ്യിൽ രാഗി ആയിട്ട് തരും പിള്ളേര്. നീ പോയി പറയടാ. പറയാലേ? പറയടാ. പോട്ടെ. ചെല്ലടാ. അവൻ പറയൂല. പറയും. പറയൂല. പറയും. 100 രൂപയ്ക്ക് വെറ്റ്. വെറ്റ്. പൈസ ഉണ്ടാ? പൈസ കണ്ട. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ഇതെന്താ വീട്ടുകാരെ പറ്റിയൊരു ചോദ്യം? അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? നീ എന്തിനാണ് ഇങ്ങനെ വേർക്കണേ? പറയാനുള്ള എന്താ പറ. അവൻ പറയില്ലടാ. കണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാണ് ഇതെങ്ങനെ എടുക്കുന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിട്ട്. നിന്നെ എനിക്കറിയില്ലേ? നീ പറയടാ. കളമത്തായി സാർ വിളിക്കണ്ട്. എന്തായി? 100 രൂപ. കാളമത്തേ പറ. മാത്യു പറ. പറയണില്ലേ? പിന്നെ പറയും. ആണോ? പൊക്കോട്ടെ. നിനക്ക് എന്റെ പേരറിയല്ലേ? മറ്റേ പേര് വിളിച്ചെന്തിനാടാ? ജോൺ പറഞ്ഞിട്ടാ. ജോൺ പറഞ്ഞിട്ടാ. ചേട്ടാ മുഴുവൻ എടുത്തോ? അവര് 3 പേരല്ലേ? കാള പീറ്റർ, കാള സ്റ്റീവൻ, പിന്നെ നമ്മുടെ കാളവത്തായി. കുടുംബത്തോടെ കാളകളാ. അയ്യോ എന്നാ ഹേമേ, എന്നാ റെഡ്. ജോണേട്ടനല്ലേ തരുന്നേ സ്പെഷ്യൽ റെഡ്. ആ അങ്ങനെ ഈ കാളമത്തായിയുടെ അപ്പൻ കാളവർക്കിക്ക് ചന്തയിൽ കാള വിക്കലായിരുന്നു ജോലി. അങ്ങനെയാണ്. തള്ളല്ല ഹേമേ. നീ എന്താ വീണോ? നിന്റെ കവൾ എന്താ ഇങ്ങനെ ചോന്നിരിക്കണേ? നല്ല തണുപ്പ്. ഹേമേ, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ
എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. എനിക്ക് ബയോളജി കെമിസ്ട്രി ഒരുപോലെ. എവിടെ പോയി എന്റെ പേര് കൂടെ നേരിക്ക്. ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയെ ഓണങ്ങാൻ പിടിച്ച് 4 ഇടിയെങ്കിലും കൊടുക്കായിരുന്നു. വിറ്റങ്ങളൊക്കെ എന്താ ചെയ്യുക? എടാ എല്ലാത്തിനും കാരണം ആ തെണ്ടി ജോണാ. നമുക്ക് അവനിട്ടൊരു പണി വെക്കണോടാ. അവനെ കൈ കിട്ടണ്ടേ? എന്നെ കാണാൻ പിടിക്കാൻ കൊള്ളപ്പൊന്നി ഓടിക്കളയും. ഞാൻ പറയണെന്ന് കേക്ക്. തെറ്റ് പറ്റിപ്പോയി. ഷെമിയാ 100 രൂപയ്ക്ക് വേണ്ടി സ്വന്തം കൂട്ടുകാരനെ പറ്റി തെണ്ടി നടന്നീ. ഞാനേ നിന്റെ അത്ര ചീപ്പല്ല. നമ്മുടെ ക്ലാസ്സിലെ ഹേമല്ലേ? ഹേമയാ? ആ ഹേമ. ഹേമേന്റെ അടുത്തേ എനിക്കൊരു ലവ്. അതിന് അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോഴേ അവക്ക് 2 കാര്യങ്ങളാണ് ഇഷ്ടമുള്ളത്. ഒന്ന് സിപ്പപ്പും പിന്നെ പരദൂഷണവും. ഇതാകുമ്പോ ഒരു പിടിക്ക് 2 പക്ഷികളാവുമല്ലോ. എന്നെ ഓഫാക്കിട്ടോണ്ടേ നിനക്ക് അവളെ ലൈൻ സെറ്റ് ആക്കാൻ, അതും അനുജടവും പോലും വെച്ചിട്ട്. സോറിടാ. അതെ, നീ എന്നെ എന്ത് വേണം ചെയ്തോ. അതെ, അടിക്കാൻ വേണ്ടി എനിക്ക് ആരുടെയും പെർമിഷൻ വേണം, മനസ്സിലായോ? അവനെ തല്ലണ്ട. നിന്നെ അവൻ നാണം കെടുത്തല്ലേ ചെയ്തേ. ഉമ്മക്ക് അവനെ തിരിച്ച് നാണം കെടുത്താടാ. ഈ സ്കൂളിലെ ആർക്കും ഇല്ലാത്തൊരു പേര് ഉമ്മക്ക് അവന് സെറ്റ് ചെയ്ത് തുറക്കാടാ. ഏടാ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്നും ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. പ്രൊഫസർ കക്കൂസ്. എന്താടാ നിന്റെ പേരിന്റെ അർത്ഥം? ഇവർക്ക് ആർക്കും അറിയില്ലേ? പരബ്രഹ്മനായ നിങ്ങളുടെ ഗുരുവിന്റെ നാമത്തിന്റെ പൊരുൾ നിങ്ങൾ ശിഷ്യഗണങ്ങൾ ഗ്രഹിച്ചിട്ടില്ല? മോളുടെ ഫോണിൽ ഡിക്ഷണറിയിൽ ഒന്ന് സെർച്ച് ചെയ്തേ. നിങ്ങളെല്ലാരും നോക്ക്. കണ്ടില്ലേ? ടോയ്ലറ്റ് അഥവാ കക്കൂസ്. അയ്യോ അതൊന്നും നോക്കണ്ട. വാ വാ എല്ലാരും എണീറ്റേ. വാ മതി മതി മതി. വാ എടാ പുറത്തു പോയി പഠിക്കാം. ഓടാ വാ 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 നടക്ക് പുറത്ത്. എല്ലാരും വാ പുറത്തു പോയി പഠിക്കാം. പരിചയപ്പെടുത്തി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്തുതി. ആമേൻ. ആ മേരിയായി ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരാം. അവിടെ ഹോസ്റ്റലിൽ നിനക്ക് അച്ചാട് ചെല്ലാൻ പറഞ്ഞു. എന്തിയ മോനെ നീ നേരത്തെ? ഇതെന്റെ കൂടെ പഠിച്ച നീരജും മാത്യുവാ, ഓർമ്മയില്ലേ? എന്താണ്? അല്ല ഇവരാരാന്ന് മനസ്സിലായോ? നമ്മുടെ മോന്റെ പഴയ കൂട്ടുകാരാ. ഓ, മറക്കാൻ പറ്റുമോ? അല്ല മക്കളെ നിങ്ങളുടെ പെട്ടെന്ന് മാത്തി കല്യാണം വിളിക്കാൻ വന്നങ്ങള്. അതിന് നിങ്ങൾ ഇവിടെ വരെ വന്ന വല്ല കാര്യമുണ്ടോ? വല്ല ഫോൺ ചെയ്ത് വരെ പോരെ മനുഷ്യന്റെ. അതെങ്ങനെ ശരിയാവും നിങ്ങള്? ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ നേരിട്ട് തന്നെ കല്യാണം വിളിക്കണം. നീ വേഗം കഴിച്ചിട്ട് വാ. എത്ര നാളെ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അത്താഴത്തിനുണ്ടാവില്ലല്ലോ? അതിനുള്ള സമയമല്ല അമ്മച്ചി. ഞങ്ങള് വേഗം പോകും. ഓ കർത്താവേ നിനക്ക് സ്തുതി. ആ നീ വേഗം ചെന്ന് ഡ്രസ് വെക്കി. നമുക്ക് വേഗം പോണ്ട. എവിടെ? ചോദിച്ചിട്ട് പറയാം. സ്വച്ഛ് ഭാരത കൊള്ളാല. എന്തത്? ബ്രഹ്മ അറിയും. നിനക്കിത് എന്തുട്ട പറ്റിയേ? മര്യാദ മുത്തിച്ചിട്ടും പയറൊക്കെ വായിച്ചോണ്ടിരുന്ന പയ്യനാ. വാടവൻ നീ അവിടെ മാത്യു ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് പോ. നീ എന്ത് തേങ്ങ ആ മാണത്തിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്ന്? ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ കാണുന്ന പറഞ്ഞ് വീട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കി. അതിന് ആ അലമ്പുമായി നീ വീട്ടിലോട്ട് കയറി വരണോ? നിനക്ക് കിട്ടിയ പണിയൊന്നും പോരെ. നീ എന്തിനാ അവനെ കല്യാണം വിളിച്ചേ? ആര് വിളിച്ചടാ? ഞാൻ നമ്മുടെ പഴയ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഇവനെ പ്രത്യേകം അൺടാഗ് ചെയ്തതാ. വിളിക്കാത്ത കല്യാണത്തിന് ഒരാഴ്ച പോയിരുന്നു ആര് വിചാരിച്ചു? ഉളുപ്പ് പണ്ടേ ഇല്ല.
എന്താ അവന്റെ ഉദ്ദേശം? അത് അവനോട് തന്നെ ചോദിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടടാ പണ്ട് നമ്മൾ സ്കൂളിൽ വെച്ച് പ്ലാൻ ചെയ്ത ആ മസനഗുഡി ട്രിപ്പ്? എനിക്ക് ഓർമ്മയില്ല. എല്ലാം സെറ്റ് ആയപ്പോഴേക്കും അതിപ്പോ എന്തിനാ ഇവിടെ പറയണത്? നമ്മൾ ആ ട്രിപ്പ് ഇപ്പൊ പോണു. ഞാൻ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാണ്, നിനക്ക് വട്ടാണോ? 6 ദിവസം കഴിഞ്ഞ എന്റെ കെട്ടാണ്. അതല്ലടാ പെർഫെക്റ്റ് ടൈമിങ്. ഈ ട്രിപ്പ് നമ്മളൊരു അടിപൊളി ബാച്ചലർ ട്രിപ്പ് ആക്കും. ബാച്ചുലർ ട്രിപ്പ്? നിന്റെ വട്ട് കെട്ടുക്കാനൊന്നും എനിക്ക് സമയമില്ല. നീ ഇവനെ കാണുന്നു പറഞ്ഞു, കാണിച്ചു. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടുന്ന് കല്യാണത്തിന്റെ അന്ന് അങ്ങോട്ട് എത്തിയാ ഇവ എന്റെ കൂടെ. അത് മതി, നീ അഡ്ജസ്റ്റ് ചെയ്യടാ. ഞാൻ എന്തായാലും മസനഗുഡിക്ക് പോകാൻ പോകും. നീ മസ്തനോടിക്കോ മാനന്തവാടിക്കോ ഏത് പൂഞ്ഞാറിലേക്കോ വേണമെങ്കിൽ പൊക്കോ, ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ. 2004 ജനുവരി 18 അന്ന് രാത്രി നടന്നതൊക്കെ നിന്റെ നാട്ടുകാരറിയും. വരൂലല്ലേ? നീ എന്തെങ്കിലും പറ. വേണ്ടാട്ടാ, അവൻ പറയുന്ന വട്ട് കേസിലൊന്നും പോയി തലവെക്കണ്ട, അവസാനം വള്ളിക്കെട്ടാവും. നീ പോടാ, നീ പറ. അത് വീടിന്റെ മതിലൊക്കെ ചാടാന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറല്ലേ? ഓവറാണ്, ഓവറാകണം. എടാ ഇപ്പോഴത്തെ പെമ്പിളേർക്ക് കുറച്ച് ധൈര്യമുള്ള ആമ്പിള്ളേര് ഇഷ്ടം. അല്ലാണ്ട് സിമ്പിളായിട്ട് നടക്കണ ആമ്പിള്ളേര് ഓൾറെഡി അവരുടെ പുറകെ നടക്കണ്ടാവും. കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാലേ വർക്കൗട്ട് ആവൂ. നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ? ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്താ അവൾ എന്തായാലും വീണിരിക്കും. പട്ടിയുടെ സൗണ്ട് അല്ലേ കേട്ടാ? എടാ പേടിക്കണ്ട, ഞങ്ങളിവിടെ കാവലുണ്ട്. എടാ ജോണേ, നീ കറക്റ്റായിട്ട് അവന്റെ റൂം പറഞ്ഞു കൊടുത്തില്ലേ? മേലെ കയറിയിട്ട് റൈറ്റ് റൂം. മേലെ കയറിയിട്ട് റൈറ്റ്. മറക്കണ്ട, കറക്റ്റായിട്ട് കയറിക്കോ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നീ പോണോ? നിങ്ങളൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, പോടാ. ധൈര്യമായിട്ട് പോ. പാമ്പൊക്കെ ഉണ്ടാവോ? കർത്താവ് കാത്തോളണേ. പൊക്കോ. ദൈവമേ, മിന്നിച്ചേക്കണേ. പിന്നെ ഹൈസ്കോർ. ഹൈസ്കോർ ഒന്ന് പോടാപ്പാ. എടാ ഇനി അവളെങ്ങനെ റൂം എങ്ങാനും മാറി കിടക്കോ? ഞാൻ എപ്പോഴും ഓരോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി കയറി ഇറങ്ങുന്ന ഇവിടെ അല്ലേ. അവക്കാണെ റൂട്ടിലുള്ള ഒരു കളിയില്ല. മേലെ കയറിയിട്ട് എടുത്ത റൂം. ഏത് റൂമാന്ന്? എടുത്ത് റൈറ്റ്. ഓടിക്കോ. അയ്യോ നീ പോരെ. ഓടിക്കോടാ. ചാരണ മാഷ് കയ്യോടെ പിടിക്കാൻ നോക്കി, ഓടിക്കളഞ്ഞു. കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിട്ടെന്നാ കേട്ടെ. എന്തായാലും ഈ മാഷ ഭാര്യ. അവരെ കുറ്റം പറയാൻ പറ്റുമോ? മാഷേക്കാൾ 20 വയസ്സ് കുറവാ. അയാൾക്ക് പ്രായം കുറെ ആയില്ലേ, പഴയ പോലൊന്നും. അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ. ആളാരാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ശക്തിമാന്റെ ടീഷർട്ട് ഇട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു. കാശ് തന്നിട്ട് പോണ പിള്ളേരെ 10 ദിവസത്തിൽ എഴുതി കേട്ടാ. എന്താടാ?
ഞാനുണ്ട്. ഈ ശക്തിമാന്റെ ടീഷർട്ട് ഇട്ട ചാരനെ അങ്ങനെ പെട്ടെന്നൊന്നും നാട്ടുകാർ മറക്കൂല. ഈ ഫോട്ടോ ഒന്ന് കുട്ടപ്പനാക്കി ഫ്ലെക്സ് അടിച്ച് നാട്ടിൽ വെച്ചാ എങ്ങനെ ഇരിക്കും? അളിയ നിനക്കിപ്പോ എന്താ വേണ്ടേ? മസനഗുടി വരെ ഒന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാനില്ലടാ, നമ്മുടെ വണ്ടിയിലടാ. പിന്നെ പോവാടാ. നിനക്ക് പിന്നെ പേടിക്കേണ്ടി വരും, എനിക്കതിന്റെ കാര്യമില്ല. ഞാൻ എന്തായാലും ഇങ്ങോട്ടില്ല. 2004 ഫെബ്രുവരി 13. അന്നെന്തായി? അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടോ? നമ്മളിപ്പോ എങ്ങനെയാ പോണേ? കുതിരവട്ടം വഴിയാണോ അല്ലെങ്കിൽ മാനന്തവാടി വഴിയാണോ? എങ്ങനെ പോണേ? അപ്പൊ നമ്മൾ പൊളിക്കും. പോട്ടാംജി. എന്താണ്, ഞാനൊരു കല്യാണത്തിന് പോവാണ്, അല്ലാതെ അന്തികൂദോശ ഓടാൻ ഇങ്ങട് പോവാ. വന്നേ. ആ ശക്തി 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 മോൻ ശക്തി ശക്തി. ഇങ്ങോട്ട് കേറങ്ങി. നീ എന്നെ കേറ്റാൻ പറ്റും. വണ്ടി എടുത്തേ. അവരുടെ സന്തോഷം കണ്ട. നീ അവർക്ക് ടാറ്റ കൊടുത്തേ. ടാറ്റാ. അയ്യോ വൈഫടാ. നീ ഒന്ന് വണ്ടി എത്തി. ഒതുങ്ങി. ഹലോ. മോള് ഇപ്പൊ തുടങ്ങിയോളൂ. ഒരു മിനിറ്റ്. മോള് പറ, കഴിച്ചോ? അവൻ അന്ന് ഇന്നും കാമദേവൻ തന്നെ, ഒരു മാറ്റവും ഇല്ല. ആണോ? മോള് തന്നെ അറിയില്ല ചേട്ടൻ ബിസിയാണ്. ഇവന്റെ ഒക്കെ തല വരച്ച നമ്മുടെയൊക്കെ ഹനുമാനെ കഥ ഇവിടെ കൊടുക്ക. നമ്മുടെ സ്കൂളിന്റെ മൈക്കിൾ ജാക്സൺ, നീരജും സംഘവും അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. சுராங்கண்ணி சுரங்கிணி என்ன சொக்க வச்ச நீ செம்மாங்கண்ணி, ஆசைப்பட்ட அம்புளக்கு ஒரு செல்போனை போல வந்தாயடி. கான பாட்டு பாடு வேலை ஆட்டம் போட வருவாயே, வேட்டக்காரன் மாமன் தானே ரூட்டை போட்டு செஞ்சாயே. இருக்க துடிக்குதமா மனசை தவிக்குதமா, நெஞ்சல் வெடிக்குதமா, எம்மா 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 எம்மா. இருக்க துடிக்குதமா மனசை தவிக்குதமா, நெஞ்சல் வெடிக்குதமா, எம்மா 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 எம்மா. നല്ല രസം കേട്ടോ. അന്ന് പറയാൻ തുടങ്ങിയ കാര്യം ഓർമ്മ ഓർമ്മ വന്നു. എന്നാ പറ. നടുക്ക് ലെവലാതി ഉണ്ടല്ലോ, സ്റ്റേജിൽ തന്നെ പെങ്ങൾക്ക് ഫ്ലൈങ് കൊടുത്ത് ഒളിപ്പിച്ചോണ്ടിരിക്കുക. അവന് വെറുതെ വിടാൻ പാടില്ല.
എനിക്ക് ഹാർട്ട് ഫുള്ള് ലപ്പാണ് സ്മൈലോ മുല്ലപ്പൂ കളറാണ് ഒരു വികറാണ് നീ മൂടി തന്നെ നിൽക്ക്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. പോക്കൃത്തരമല്ല മാഷകുമാരി കാണിച്ചത്. എന്റെ മകളോട് വേണ്ടാധീനം കാണിച്ച ദിവനോട് എന്റെ മകനൊന്ന് ചൂടായിപ്പോയി, സ്വാഭാവികം എന്ന് കരുതി ഇവന്റെ കൈതല്ലി ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നല്ലേ മാഷെ അതിന്റെ അർത്ഥം? മാഷേ, ഇവന്മാരൊന്നും വെറുതെ വിടരുത്, ഡിസ്മിസ് ചെയ്യണം, ഇവനൊക്കെ ഡിസ്മിസ് ചെയ്യണം. എന്താടത്? ഞാൻ എന്തേത് ആദ്യം പെങ്കോച്ചനോട് ചോദിക്ക് വല്ല പരാതി ഉണ്ടോന്ന്. മിണ്ടല്ലേ കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം, ഒരുമാതിരി വേഷവും നടപ്പും. നിങ്ങൾക്ക് ഇവനൊന്ന് ശ്രദ്ധിച്ചൂടെ? ഇവന്റെ അച്ഛനെവിടെയാ? ഗൾഫിലാ മാഷേ. ആ അത് തന്നെയാ, അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ദൂർത്തടിക്കാൻ നാട്ടിലൊരു മകൻ. ആ നിനക്കൊക്കെ അസലടികൊള്ളാ തന്റെ കേടാ. വീട്ടിൽ തല്ലുകൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി, അത്ര തന്നെ. ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നല്ല ബെസ്റ്റ് കൂട്ടുകെട്ട. കർത്താവിന് നിരക്കാത്തൊന്നും ചെയ്യുന്ന അപ്പം മോനോട് പറഞ്ഞിട്ടില്ലടാ. ഇന്നട്ടാ ഉപമാഷ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞാ മതി. നീ എന്തിനാണ് അമ്മച്ചീനെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റി വെച്ച ജീവിതമാണ് നിന്റെ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിന്റെ വീട്ടുകാരെ ഇനി പ്രത്യേകം വിളിക്കണോ? ആരും വന്നില്ലേ? ചേട്ടന്മാര് വരുന്നുണ്ട്. ചേട്ടന്മാര് വരുന്നുണ്ട്. ഒരാഴ്ച കൂടി സമയം തരണം, ഒരാഴ്ച. അത് മറന്നിട്ടാ ഷർട്ടിന്റെ ബട്ടൺസ് ഇങ്ങനെ മര്യാദ പോയി നോക്കാന്നേ. ഓ ചേട്ടന്മാരെത്തിയോ? വാ വാ വാ. ഇത് സ്റ്റീഫൻ, ഞാൻ സാറ് പറ. പറയണില്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം. സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയൻ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു. ഇവിടെ ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല തവണ വാണിങ്ങും കൊടുത്തതാ. ഇനി അത് പറ്റില്ല. പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതെറ്റുണ്ട്. അതുകൊണ്ട് ടീസ് കൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം. അത് വളരെ നല്ല തീരുമാനമാണ്, വളരെ നല്ല തീരുമാനം.
നല്ല കുട്ടികളെ നമ്മൾ എന്ത് വില കൊടുത്ത് രക്ഷിക്കണം. ശരിയാണ്. മാഷ് TC എഴുതിക്കോളൂ അല്ലേ? അതെ അതെ. ആ അപ്പോ ആ കണക്ക് തീർന്നില്ലേ? ആ ഇനി ഈ കണക്ക് സീഫ ഇവന്റെ കണക്കെടുത്തേ. 2002 ജനുവരി 6 80,000 പേഴ്സണൽ. മുതലും ഇല്ല, അതിന്റെ കൂടെ പലിശയില്ല. 13% പലിശക്ക് 1,16,400. അതെന്താ നീ അടയ്ക്കാത്ത? അത് ഈ ബിസിനസിന്റെ ഓട്ടത്തിനിടക്ക് വന്നൊരു ചെറിയൊരു ഡിലേ. ഇത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ഡീൽ ഇരുന്നോ ഗുഡ് ബൈ. പീറ്റർ അത് നമ്മളെ തമ്മിൽ ശരിയാവൂല. സ്റ്റീഫ ഒരു 6 മാസം പോട്ടെ, 1 മാസം, ഒരാഴ്ച. നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ അടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് എന്നാ പരാതി പറയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരിക്കണത്. അല്ലാതെ സ്റ്റേജിൽ കയറി ഇടിയട്ടല്ല വേണ്ടത്. നീ ഇതൊക്കെ എവിടത്തെ പഠിച്ചതാ? ചുമ്മാ കാർന്നമാരെ തല്ലുവിളിക്കാനായിട്ട്. ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരുടെ തലനാണ്ടപ്പോ അവൻ കയറി ഇടപെട്ട് അതിന് അവനെ കുറ്റം പറയാൻ പറ്റുമോ? എന്റെ പൊന്നു സാറേ, ഈ കാര്യത്തില് എനിക്കും എന്റെ മൗനും ഒരു പരാതിയില്ല. ഞങ്ങൾ പൊക്കോട്ടെ. പീറ്ററെ പൊക്കോട്ടെ. പ്രാഞ്ചി അല്ല സ്റ്റീഫൻ. അടി ഗംഭീര. അപ്പൊ മാഷേ, പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ചോടെ? അപ്പോ TC ഒന്നുമില്ല. അപ്പൊ ഇറങ്ങാം, പോവാം. അപ്പൊ താങ്ക് യു സാറേ. പെട്ടെന്ന് അങ്ങനെ കാര്യം മനസ്സിലായി. നല്ല ഗുഡ് മോർണിംഗ്. എന്താ അത് കലക്കി വീട്ടട്ടോ. അയാളുടെ കർണമുണ്ടല്ലോ പൊക്കഞ്ഞോ. നിന്റെയും പുകയും ഇനി ഇവന്റെ കൂടെ തന്നെ കണ്ട ഇവന്മാരെയൊക്കെ വഷളാക്കണം നീ ഒറ്റൊരുത്തന കേട്ടോ. എക്സാക്ട്ലി ചേട്ടായി. അല്ല അല്ല കണക്ക് നന്നായി പഠിക്കണില്ലേ? അപ്പൊ എന്നാ പോവാം. മാസ് ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുന്ന പേടിച്ചിരിക്കായിരുന്നു. എന്തായാലും ദേവി കാത്തു. ഹേമേ, എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല. സന്തോഷായില്ലേ? സോറി കേട്ടോ. ഓക്കേ ബേബി. കുറച്ച് സൈഡൊക്കെ താ കേറിക്കട്ടെ. ഹേമേ ഹേമേ സിപ്പ വാങ്ങിച്ചേരാ. എടാ, ഇവിടെ റൂൾസ് ഉണ്ടോ, റെഗുലേഷൻസ് ഉണ്ടോ, ഇവിടെ പ്രിൻസിപ്പിൾ ഉണ്ടോ? ഒന്ന് പോടാ, വാക്ക് എടുത്ത് കൈ ഒടിച്ച് അച്ഛനും തല്ലും കിട്ടി. അല്ല നിന്റെ ചേട്ടന്മാര് കൊള്ളാല. ഞാൻ മിനിമം ഒരു സസ്പെൻഷനെങ്കിലും പ്രതീക്ഷിച്ചു. എന്തായാലും നന്നായി. നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തേനെ. നീ എന്താ സ്വപ്നം കണ്ടിരിക്കണ? വണ്ടി എടുക്ക്. വിശന്നിട്ടാണെ വയറ് കാത്തിട്ട് പാടില്ല. വണ്ടി എടുക്ക് ശക്തിവാനെ. അടിക്കണ്ടേ? യോയോ ഹാനിസിംഗ് ആവണ്ടേ? കമാൺ എടുക്ക്. ചേട്ടൻ 3 കാപ്പി. നിനക്ക് എന്തെങ്കിലും വേണോ? എന്തുട്ടാ ചേട്ടാ, വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഭംഗിക്കൊരു വടയും വെച്ചോ. നീ എന്തിട്ട് കാണിക്കണേ? ആ ജിമ്മിന്റെ അടുത്ത് നല്ല ഒട്ടി കിട്ടോ.
വലിയ പ്രശ്നം ഉണ്ടായി എന്റെ കല്യാണം മുടങ്ങും. അതൊന്നും കുഴപ്പമില്ലടേ, നമ്മൾ ട്രൈ ചെയ്യണം. കിട്ടിയാ കിട്ടി, പോയാ പോയി. ഒന്ന് മതിയാക്കടാ. കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കൂടി അടി കിട്ടാത്തതിന്റെ കുറവുള്ള ജോണ്. നമ്മൾ ശ്രമിക്കണം, എങ്ങനെ കിട്ടിയാലോ. എന്നൊരു കുഴപ്പമില്ല അല്ലേ? പെണ്ണെന്തൊക്കെയാ പറയണ്ട? എടാ ചെമ്മന്റെ അടുത്ത് പെണ്ണെന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണ്ടോ? അവിടെ വളയുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞടാ, കിട്ടിയാ കിട്ടി, പോയാ പോയി. എടാ കുട്ടിക്ക് പാലുള്ളൂ. ഇതൊക്കെ ഒരു കലയാണ്, ടോപ്പാണ്. നമ്മൾ കലാകാരന്മാരും അവരുടെ മനസ്സെന്ന് വെച്ചാ ചില്ല് പോലെയാ, പെട്ടെന്ന് തകരും. സോ ഹാൻഡിൽ വിത്ത് ക്യാൻ. നമ്മൾ ട്രൈ ചെയ്യണ ആളെ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഇഷ്ടമില്ലാത്ത ടീച്ചർ, കാണുന്ന സിനിമ, കേൾക്കുന്ന പാട്ട്, എല്ലാം സ്റ്റഡി ചെയ്യണം. ഇത് വെച്ച് വേണം നമുക്കൊരു പ്ലാൻ സെറ്റ് ചെയ്യാം. പക്ഷേ നീ ഇത്ര സ്റ്റഡി ചെയ്യുന്നൊന്നും ഞങ്ങളാരും കാണാറില്ലല്ലോ. കൊറേ കഴിയുമ്പോ ഇതൊക്കെ ഒരു ഒറ്റ നോട്ടത്തിൽ ഗസ് അടിക്കാൻ പറ്റും. ഒരു സിക്സ്ത് സെൻസ് പോലെ. അതിനൊക്കെ കുറെ എക്സ്പീരിയൻസ് വേണം. നിങ്ങളൊക്കെ ശിശുക്കളാണ്, സമയമെടുക്കും. അപ്പൊ ഞാൻ തന്ന അസൈൻമെന്റ് മറക്കണ്ട. എല്ലാവരും അവനവന്റെ ആളെ കുറിച്ച് പരമാവധി ഡീറ്റെയിൽ കളക്ട് ചെയ്തോണ്ട് വരാം. പ്ലാൻ ഞാൻ സെറ്റ് ചെയ്ത് തരാ. അപ്പൊ ഇന്നത്തേക്ക് തോന്നി വിട്ടോ വിട്ടോ വിട്ടോ. എല്ലാരും പോയേ, ഇതിനെ വിളിക്കണേ. തിരക്കി പോയെ പോയെ. നീ പോയില്ലേ? ഓർഡർക്ക എല്ലാം കേട്ടിരിക്കാൻ വന്നേക്കാ ശവം. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെന്റെ ഇമേജിനെ കോട്ട. അപ്പൊ എന്റെ കാര്യം, ഹേമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യടാ. ജോണേ, എന്റെ ക്ലാസ്സുകൾക്ക് ഒരു പരിധിയുണ്ട്. പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ നിനക്ക് എന്തിനാടാ പെണ്ണ്? ഇവൻ അച്ഛനാൻ പോലെ. ഞാൻ അവളെ ഒന്ന് സ്റ്റഡി ചെയ്ത്. എന്തിന്? നിനക്ക് വേണ്ടി. അവളുടെ വീക്ക്നെസ് പാട്ടാ. ഒരു 2 വരി നീ തെറ്റാണ്ട് പാടി കഴിഞ്ഞാ അവള് വളയും. ഞാനോ? ഒന്നും ശരിയാവില്ല. നീ ഒന്ന് പാടി നോക്കട്ടെ. പാടണോ? പാട്ടൊക്കെ പാടാന്ന് വെച്ചാ പാട്ട് പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ? നിനക്ക് ഇഷ്ടമുള്ള പാട്ട്. ഡിങ്കിരി 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 പട്ടാളം, ഡുമുക്കി 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 ഡുക്കിളി പട്ടാളം. ഡിങ്കിരി 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 ഡിങ്കിരി. ഇത് കൊറേ പാടേണ്ടി വരും. ശ്വാസം എടുക്ക. ഉള്ളീന്ന് വരണം. മധുര 17കാരി. റെഡി? 1 2 3. മധുര 17കാരി, മധുരമായി ഒരു ചിരി തരുമോ നിന്റെ മിഴികളിൽ. നീയല്ലേ പറഞ്ഞ പാട്ട് പാടാൻ? കാളരാഗത്തിൽ പാടിക്കഴിഞ്ഞാ അനിതയല്ല, അനിതയുടെ അമ്മൂമ്മ പോലും സെറ്റ് ആവില്ല. പഠിപ്പിച്ചതാടാ. എന്താടാ ജോണേ, പഠിപ്പിച്ചതാടാ. മധുര 17കാരി, മധുരമായൊരു ചിരി. ചിരിയുടെ അവിടെ കിട്ടണം. പൊളിച്ചാടാ. നമുക്ക് വൈകിക്കണം. നാളെ തന്നെ പരിപാടി പ്ലാൻ ചെയ്യാം. സ്കൂളിൽ വെച്ച് വേണ്ട. ആ ശങ്കരൻ അറിഞ്ഞ ആകെ പ്രശ്നം. അവളുടെ വീട്ടിലേക്ക് പോണ വഴിയുള്ള പാലല്ലേ, കറക്റ്റ് സ്പോട്ടാണ്. അവളുടെ കൂടെയുള്ള പിശാചുക്കൾ ആരും ഉണ്ടാവില്ല. അവൾ ഒറ്റയ്ക്ക് പാലം, താഴെ പുഴ, ഇവന്റെ പാട്ട്, മുട്ടുകുത്തിന്ന് നല്ല സ്റ്റൈലായിട്ട് അവളെ റൊമാൻറ്റിക് ആയിട്ട് പ്രപ്പോസ് ചെയ്താ അളി അവളെന്തായാലും എസ് എന്ന് പറഞ്ഞിരിക്കും. അടിപൊളി.
ചേച്ചി ഞാൻ പോവാട്ടോ. കഴിച്ചിട്ട് ഒന്നും വേണ്ട, ഒന്നും വേണ്ട, 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 വേണ്ട. പോയി ഈ ചെക്കൻ്റെ ഒരു കാര്യം. കർത്താവേ. അയ്യോ അപ്പച്ച അമ്മച്ചി എല്ലാം അടിപൊളിയാക്കണം. പോവാണ്. മധുരമായൊരു ചിരി തരുമോ നിന്റെ മിഴികളിൽ എനിക്കലിയുവാൻ ഒരു പ്രണയ സമ്മതം തരുമോ പ്രണയ അവനെ നിനക്ക് അറിഞ്ഞൂടെ? ഉടക്കാൻ ചെന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ അവളും ഓക്കെ പറഞ്ഞല്ലോ. ഇതൊരു പ്രശ്നമാക്കാൻ നിൽക്കണ്ട. ഒരു പെണ്ണിന് വേണ്ടി കൂട്ടുകാർ തമ്മിൽ തല്ലുകൂടി എന്നുള്ള ചീത്തപ്പേര് കേൾപ്പിക്കണ്ട. റൂമുണ്ടാ? ஸ்டூடண்ட்ஸ் புக் பண்ணிட்டாங்க சார். ரூம் கிடையாது. ഇവിടെ റൂമില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഇവിടെ വല്ല റൂം കിട്ടും. ഇനി നേരത്തെ പറയായിരുന്നെങ്കിൽ വല്ല കമ്പിളി പുതപ്പെങ്കിലും എടുത്തു വെക്കായിരുന്നു. എന്താടാ എനിക്കറിയോ എല്ലാ ഹോട്ടലും ഇങ്ങനെ ഫുള്ളാവും. പറഞ്ഞല്ല സെറ്റാണ് വന്നാ മതി എന്നൊക്കെ പറഞ്ഞത്. പരിപാടിയാ കാണിക്കണെന്ന്. അണ്ണാ റൂം എടുക്കാ? റൂം ഇല്ല ഇല്ല. വണ്ടി എടുത്തേ. റൂമില്ല. ഇല്ലെങ്കിൽ വാടാ. എന്താ ചെയ്യാ? വണ്ടി കിടക്കേണ്ടി വരുമോ? ഇന്ന് ഇവിടെ റൂം കിട്ടിയില്ലെങ്കിൽ ഇവന്റെ ശവ ഇവിടെ വീഴും. വണ്ടി എടുക്കും, വണ്ടി എടുക്കും. ഹോട്ടൽ കമ്പി. നല്ല ഐശ്വര്യമുള്ള പേരല്ലേ? ഇറങ്ങടാ. വണ്ടി അപകടാ. കനകാമ്പി നടാത്. ആ ഇനി നീയായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? താൻ പോകുന്ന ശക്തിമാനെ. ஹலோ சார். அண்ணா இங்கே ரூம்ஸ் இருக்கா? சூட் ரூம் மட்டும்தான் சார் இருக்கு. மற்றபடி எல்லாம் ஃபுல் ஆயிடுச்சு சார். ஃபுல் ஆயிடுச்சா? കൂതറ ഹോട്ടലിൽ സ്യൂട്ട് റൂമാ? ഒന്നും മിണ്ടാരിയടാ. അണ്ണാ സൂട്ട് റൂമിൽ എவ்வளோ റൂം இருக்கும்? 2 பெட்ரூம் இருக்கு சார். 2 பெட்ரூம். തരാൻ പറ. ஓகே சார். எவ்வளோ நாளைக்கு வேண்டி வரும் சார்? അത്രയ്ക്കൊന്നും വേണ്ട. நாங்க பசங்க ஓடிக்கு ஒரு மேட்டர் பண்ண வந்தா. பண்ணி முடிச்சிட்டு நாளைக்கு போவோம். புரிஞ்சிச்சு சார், புரிஞ்சிச்சு. தம்பி மயில் வாங்கணும். சூட் ரூமுக்கு கூப்பிட்டு போ. அப்படியே என்ன வேணாலும் அரேஞ்ச் பண்ணி கொடுத்து. சரி சரி. ലഗേജ് എടുത്തിരുங்க. വണ്ടിയിൽ ലഗേജ് എടുത്തിട്ട് സാർ. നോക്കട്ടെ തണുത്തിട്ട്. ഓ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുകയാണല്ലോ പറഞ്ഞ. തുറക്കുമയിലേ. എന്തൊരു തണുപ്പ്. ഇതാണോ ബെസ്റ്റ് സ്യൂട്ട് റൂം? വൃത്തിയോട് കാണിക്കല്ലോ. ததாஸ்து. இல்லை சார், நீங்கள் என்ன எதிர்பார்க்குறேன்னு சொன்னால் நான் ரெடி பண்ணுறேன். ஏது டைப் வேணும்னு அறிஞ்சால் அரேஞ்ச் பண்ணி தரும் சார். ടൈപ്പാ? அது சார் மேட்டர் பண்ணுறது. എന്ത് നിനക്ക് ഞങ്ങളെ കണ്ട ആ ടൈപ്പാന്ന് തോന്നിയോടാ പാണ്ടിയെ? ഈ ഹോട്ടലിൽ കണ്ടപ്പോഴേ തോന്നിയത് വല്ലമ്പാണെന്ന്. നീ എന്താ നോക്കി പേടിപ്പിക്കുന്നേ? ഇവിടെ ആർക്കൊന്നും വേണ്ട പൊക്കോ അല്ലേ? அதுக்கு என்ன ஓவரா சவுண்ட் விடுற? வேணாம்னா வேணாம் சொல்லு. இவன் தான் மேட்டர் பண்ணணும்னு சொன்னேன். சொல்லுங்கடா திருட்டு மூஞ்சி. അണ്ണാ ഈ നാട്ടില് അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? എടാ അണ്ണാ അവ അന്ത മാറ്റർ சொல்லல, இந்த மேட்டர் தான் சொன்னேன். அது மிஸ் அண்டர்ஸ்டாண்டிங் அண்ணா. அப்ப அத சொல்லு. ஓவரா சீன் போடுனா ஊரு விட்டு போக மாட்டேங்க. திருட்டு மூஞ்சிகள் போயிடுங்க. யார்கிட்ட விளையாட பாரு. മൈലണ്ണാ എന്നടാ നീ എന്ത് പണി കാണിച്ചേ? അണ്ണന് ഫീലായി. ജന്മാടാ നന്നാവൂലേ? എടാ നിനക്ക് വേണ്ടേ വേണ്ട. നിന്നെ ആരെങ്കിലും ഇപ്പൊ നിർബന്ധിച്ചാ? പിന്നെ നിന്റെ കല്യാണമൊക്കെ അല്ലോ തന്നെ. എനിക്കറിയാൻ പാടില്ല നിനക്കൊരു മുൻപരിചയമില്ല. എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ നല്ലതാ. അല്ലെങ്കിൽ ആദ്യ രാത്രി നല്ല പണി കിട്ടും. കൊല്ലൂട്ടോ. രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. നാളെ രാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. എനിക്കാണെങ്കിൽ കോളേജിലും പോകണം. ഗുഡ് നൈറ്റ്. ജോണേ
തണുപ്പല്ലേ രണ്ടെണ്ണം അടിച്ചിട്ട് കിടക്കാം വാ. വാടാ നമുക്ക് നീ പോയി കിടന്നോ, ഞാൻ അവിടെ കിടന്നോളാം. ഇവിടെ കിടന്നോളാന്ന്. എന്റെ പൊന്നോ. பாபா சீக்கிரமா பாரு போங்க இந்த வழி போ எல்லா இடத்திலும் பாரு யாரும் தப்பிக்க கூடாது எல்லா முறையில நல்லா பாரு நீ அந்த வழி போ എന്താടാ ഒരു ബഹളം? അതൊന്നുമില്ല, താഴെ പോലീസും റെയ്ഡും പരിപാടി. എന്താടാ പോലീസാ? പോലീസാ? അതിന് നീ എന്തിനാ പേടിക്കണേ? നമ്മളോട് പരിപാടിക്കൊന്നും ഇല്ലല്ലോ. ഞാൻ 3 പേരെന്നാ റേറ്റ് ഏറും. പോലീസടാ, നമ്മൾ പെട്ട്. ഒന്ന് കെട്ട നേരം റേഡ് നനയ്ക്കണം. എന്റെ കല്യാണം என்ன பார்த்துட்டு இருக்கீங்க? வேற வழியே இல்ல. டோர் ஓபன் பண்ணுங்க. ഡോർ ഓപ്പൺ ചെയ്യല്ലേ? ഞാനുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ബാഗ് എടുക്കാൻ മറന്നു. ഇപ്പൊ വരാം. എന്താ ചട്ടി വീണ? ചട്ടി തലി വീണ? ആള് ചത്ത? ആരെങ്കിലും ഒന്ന് വാടാ. எங்கடி அவங்க எல்லாம்? அவங்க எல்லாம் போயிட்டாங்க சார். நம்ம போலாமா? അവർക്ക് നമ്മുടെ വണ്ടി നമ്പർ കിട്ടിണ്ടാവോ? ആ കിളവനെ നമ്പർ പോയിട്ട് കാറാണോ കാളവണ്ടിയാണോ കാണാൻ പോലും പറ്റിയാണ്ടാവില്ല. നീ ഒന്ന് റിലാക്സ് ചെയ്തേ. നമ്മള് സേഫടാ. ഇപ്പോഴത്തെ ഒരു ബാച്ചിലർ ട്രിപ്പ് ആയത്. ഒരു അഡ്വഞ്ചർ ഒക്കെ വേണ്ടേ? എന്നെ കെട്ടുമുണങ്ങണ നാളാണോ നിന്റെ അഡ്വഞ്ചർ? അതിപ്പോ ഞാൻ മിണ്ടരുത് നീ. നാട്ടിലെത്തണവരെ നിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് ചെപ്പ് കുച്ചു പൊടിക്കും ഞാൻ. ഒന്നും മിണ്ടായിരിടാ. എന്ത് കണക്കാണത്? മൊത്തം തെറ്റാണല്ലോ. നീ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കോ? അങ്ങനൊന്നുമില്ല. ആ എത്തിയോ?
ഒന്നുമില്ല മണാളൻ. ഇതേ എവിടെ ആയിരുന്നടാ? എന്താ ക്ഷീണം പോലെ? അസുഖം വല്ലതും ഉണ്ടാ? എന്താ സുഖം? കെട്ടിന് മുമ്പ് കറങ്ങി നടക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അതൊന്നുമില്ല ചേച്ചി, ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു വരില്ലേ, അതിന്റെ ഒരു ക്ഷീണം കാണും. ചകിരി തല. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ജോൺ ജോൺ ബത്ലഹേം. സ്കൂളിൽ നല്ല പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നു. നമ്മുടെ കക്കൂസ്. അങ്ങനെ പറ, അല്ല ജോൺ എന്നൊക്കെ പറഞ്ഞ ആർക്കാ മനസ്സിലാവണേ അല്ലേ? നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി, ക്ഷീണൊക്കെ പൊക്കോളും. ചെല്ല്. ചായ ചൂടാറി. അല്ല നീ ഇതുവരെ പോയില്ലേ? അല്ല ഈ കെട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചായ കുടിച്ചോ. ഇവൻ മേടിച്ചു കൂട്ടൂട്ടാ. ആ അത് ശരിയാ. മാത്യു, ഡാ മാത്യു, വരുന്നുണ്ട്. ഇരിക്ക്. ദേ, നീ പറഞ്ഞ പോലെ ഇവിടെ എത്തണ വരെ ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇനി ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. എടാ, പോലീസുകാർ ഇമാതിരി ഹോട്ടലിൽ റെയ്ഡ് നടത്തുന്നത് സ്ഥിരം പതിവാ. ആ പെണ്ണ് എന്ത് കൂളായിട്ടാ റെയ്ഡ് എന്ന് പറഞ്ഞത്. എടാ, നിനക്ക് ഓർമ്മയില്ലേ? എടാ, അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോവും. നമ്മുടെ പുറകെ വരാനുള്ള ടൈമൊന്നും അവർക്കില്ല. അപ്പോ ആ ചട്ടി വീണ പോലീസുകാരന്റെ കേസോ? അയാൾ ചത്തട്ടൊന്നുമില്ലോ. എടാ, ഞാനാ പറയണേ, നീ ഒരു ടെൻഷനും അടിക്കണ്ട. ഈ മാറ്റർ ഒരു കുഞ്ഞു പോലും അറിയില്ല. കൂൾ മാൻ. എന്തേ? മസനഗുഡി ലോഡ്ജിൽ പെൺവാണി വന്നു. മസനഗുഡിയിലെ കനകാംബിക ലോഡ്ജിൽ നടന്ന റെയ്ഡിൽ 20ഓളം പേർ അറസ്റ്റിലായി. ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നത് കൊണ്ട് കേസിനെ ശക്തമായി പിന്തുടരാനാണ് പോലീസിന്റെ നീക്കം. എടാ നോക്ക്, ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് വക്താവ് അറിയിച്ചു. ഈ കാലത്തും പത്രം വായിക്കുന്നവരൊക്കെ ഉണ്ടോ? നീങ്ങ പുതിയ വാർത്ത എന്താ നോക്കട്ടെ. പണിയോ? ഇത് പണിയോ? അവരവിടുന്ന് രക്ഷപ്പെട്ടവരെ തപ്പിയിറങ്ങിയ നമ്മളെ പൊക്കൂ, ഉറപ്പാ. നീ മണ്ടത്തരം വെറുതെ പറയാതെ. അവർക്ക് നമ്മൾ ആരാന്ന് പോലും അറിയില്ല. പിന്നെ ഭാഗ്യത്തിന് ID കാർഡ് പോലും കൊടുത്തിട്ടില്ല. എടാ, രജിസ്റ്ററിൽ എന്റെ പേരില്ലേ ജോൺ? അതിനിപ്പോ എന്താ, ജോണിന് പേര് മാത്രമേ ഉള്ളൂ. അവരാദ്യം നമ്മൾ മലയാളികളാണെന്ന് കണ്ടെത്തണം. പിന്നെ ഈ നാട്ടിൽ എത്ര ജോൺമാരുണ്ട്? ഈ ഒരു പേര് വെച്ച് ആരും ഒന്നും കണ്ടുപിടിക്കാൻ പോണില്ല. പെണ്ണുപോയി വല്ലതും പറയൂ. അവരാ ടൈപ്പൊന്നുമല്ല. ജോലിയോട് കൂറുള്ള സ്ത്രീയാ. കസ്റ്റമർ ഒറ്റൊന്നുമില്ല. സത്യം. എത്ര പെമ്പിള്ളയുടെ മനസ്സറിയാവുന്ന ആളാ ഞാൻ. ഹലോ, എടി ഫോൺ കട്ട് ചെയ്ത മനസ്സിലാക്കൂടെ, ഞാൻ തിരക്കിലാണെന്ന്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, സോറി, കുറച്ച് ടെൻഷനായി പോയി. ഹലോ, വേണ്ടായിരുന്നു. എടാ, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ പെമ്പിള്ളേരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന്. അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അവരുടെ മനസ്സെന്ന് വെച്ചാണ്ടല്ലോ ചില്ല് പോലെ പെട്ടെന്ന് പൊട്ടും. സോ ഹാൻഡിൽ വിത്ത് കയറേ. അല്ലാണ്ട് നീ പറയണ പോലെ പെട്ടെന്ന് ചൂടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെയാണ് ഇതേനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിനക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടുപിടിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ സഹായം നമസ്കാരം. 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 താങ്ക് യു. സാറിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ മുഖ്യാതിഥി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോവിന്ദ മേനോൻ അവർകളെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു കൈയടിയോടെ സ്വാഗതം ചെയ്തുകൊള്ളു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും ചടങ്ങ് മംഗളമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും
വിനീത നമസ്കാരം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണ് അറിവുള്ളവർ പറയാറ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ ഇവിടേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷ നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പരിശ്രമം ചെയ്യുകലെന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. മഹാകവി KC കേശവപിള്ളയുടെ ഒരു സ്വദേശ കവിതാ ശകലമാണത്. അതായത് അത്യന്ത പരിശ്രമത്തിലൂടെ നമ്മൾക്ക് എന്തും കീഴടക്കാൻ സാധിക്കുമെന്നാണ് കവി നമ്മോട് പറയുന്നത്. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവളെ 10 സുസ്മിതക്ക് എൻ്റെ അടുത്തൊരു നോട്ടുണ്ട്. ഏത് സുസ്മിത? മറ്റേ സുസ്മിത 10 എടാ ഇങ്ങനെ ഒന്ന് സെറ്റാക്കണേ. സുസ്മിത ഞാൻ സെറ്റാക്കടാ. നിന്റെ സഹായം വേണ്ട, കിട്ടിയോടത്തോളം മതി. എടാ നീ എങ്ങനെയെങ്കിലും സുസ്മിതനൊന്ന് സൈക്കോ. നടക്കോട്ട്. നിർത്തുകൊന്നെ ഈ ഭാഷ കിട്ടെ. ഇനി നീ ഈ സ്കൂളിന്റെ പടി കാണില്ല. ടീച്ചറെ പിന്നെ സ്പെഷ്യൽ ക്ലാസ് വെക്കാണ്ട പറ്റില്ല കേട്ടോ. പോർഷൻസ് ഒക്കെ ബാക്കിയാണ്. John, keep it up. Very good. 98 out of 100. താങ്ക് യു ടീച്ചർ. You're welcome. കണ്ട Anjali. മാറ. Hema. നോക്കി പോടാ. Srikanth. 2 മാർക്ക് ഞാൻ തിന്നടാ. Ajana. നിന്റെ പേപ്പർ ഒന്ന് കാണിച്ചേ. അനിത കാണിച്ചേ. അനിത വന്നിട്ടില്ല ടീച്ചറെ. അനിത അവിടെ പോയടാ. She's absent. ആ അതൊക്കെ പോട്ടെ. എടാ നമ്മുടെ മസ്സിന്റെ കൂടി ട്രിപ്പിന്റെ കാര്യം പറ. അത് നടക്കില്ലടാ. എടാ എന്താ നടക്കാത്ത? എടാ വണ്ടിയും ഫണ്ടും സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീ ഒന്ന് വന്നാ മതി. എടാ ഞാൻ റെഡി. എടാ വാടാ. എടാ നമ്മൾ തമ്മിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. അത് നിനക്കും അറിയാം. എടാ ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേക്കും അതെല്ലാം സെറ്റാവും. വാടാ. എടാ ഞാനിപ്പോഴാ ആലോചിച്ച് എനിക്ക് കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കാണ്ട്. അതിലെങ്കിലും 2 മാർക്ക് പിടിക്കണം. നീയേ വരണ്ട, അവിടെ ഇരുന്നാ മതി. എന്താടാ? എടാ വാടാ. നോക്കാം. അത് മതി. മാത്യു, എന്താണോ ഇത്? താൻ ഇങ്ങനെയാണോ കൊല്ലപരീക്ഷ എഴുതാൻ പോകുന്നത്? തന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലോ. താൻ ഒന്ന് ശ്രമിച്ചാൽ തനിക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ശ്രമിക്കില്ലല്ലോ ടീച്ചറെ. നോക്കട്ടെ എത്ര മാർക്ക് കിട്ടി കാളമത്തായിക്ക്. 30. നിർത്തി വല്ല പണിക്കും പോയിക്കൂട്ടാ. ജോണിന്റെ കൂടെ 24 മണിക്കൂർ നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഗുണമൊന്നും തനിക്ക് കാണാനില്ലല്ലോ. വെറുതെ സ്കൂളിന്റെ പേര് കളയാനായിട്ട്. അല്ലെങ്കിലും ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പൊന്നും ഇവന്റെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇവന്റെ 2 ചേട്ടന്മാര്, മൂത്തവൻ 4ാം ക്ലാസ് വരെ, രണ്ടാമത്തെ മിടുക്കനായിരുന്നു കേട്ടോ. അവൻ 5ാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചർമാരെ സമയം കളഞ്ഞു. ഇവനിപ്പോ +2 വരെ എത്തി. ആരെങ്കിലും കോപ്പി അടിച്ചിട്ടാവും. വില്ലംപറമ്പിലെ ചവറ എന്തിനാടാ ഈ സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത്? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കാളെ കൊണ്ട് ചവിട്ടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പശുക്കളെ ഗർഭം ധരിപ്പിക്കലായിരുന്നു ഇവന്റെ അപ്പൻ കാളവർക്കിയുടെ പണി. നിനക്കും ആ പണി തന്നെ ചെയ്താ പോരടാ മോനെ. പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ടീച്ചർ ഒന്ന് പറഞ്ഞോട് മാഷെ. അല്ലാതെ വീട്ടിലുള്ളവർ പറയാൻ നിൽക്കരുതിട്ടാ. വിവരം നിങ്ങള്
പക്ഷെ വേണ്ട പക്ഷെ മതി പക്ഷെ മതി പക്ഷെ വേണ്ട പക്ഷെ ഇതിപ്പോ നേരത്തെയാണല്ലോ. ഇതാ മാത്യു, നീ എന്താ ഇവിടെ വന്നിരിക്കണേ? ഏയ് ഒന്നുമില്ല. ഇതാ പിടിക്ക്. വേണ്ട. എന്തൊക്കെ? ഊരടാ ഇങ്ങട്. എന്താണ്? മാതാവേ, തമ്പുരാനെ, നോക്കിക്കഥാ മുറിവെണ്ണ എടുത്തിട്ട് വന്നേ. മുറിവെണ്ണ അടിയും വാങ്ങി വാലും മടക്കി വന്നിരിക്കുക. നീയേ വില്ലംപറമ്പിലെ ചെക്കനാ. നമ്മുടെ കുടുംബത്തിലൊരുത്തനെ തൊട്ടിട്ട് ആരും സമാധാനം കിടന്നുറങ്ങണ്ട. വന്ന് വണ്ടി കയറ്. വേണ്ടേട്ടാ. വാടാ ഇങ്ങട്. വാ. ഇച്ചായ വേണ്ട, തടയാൻ നോക്കണ്ട. തടയാനാ? ചെക്കന്റെ പുറത്തെ തൊലിയുരിഞ്ഞാനാ. അടിച്ചവന്റെ നറുകം തല പൊളിക്കും. വന്ന് കയറ്. ഇന്നടാ. പട്ടി ചങ്കര ഇറങ്ങി വാടാകട്. പിന്നെ അവന്റെ അന്യനെ തല്ലിന്റെ കലിപ്പിനാണ്. ഇപ്പൊ അങ്ങോട്ട് ചെന്നാലേ കാലുമ പിടിച്ച് ഭിത്തിയിലൊട്ടിക്കവൻ. ചെക്കന്റെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലു മാഷേ. അവനെ തല്ലിന് തന്നെ തലവണ്ട ഞങ്ങൾ അടിച്ചു വിളിക്കണ്ടേ. പക്ഷെ സംസ്കാരം പോരാത്ത കാളവർക്കി ഞങ്ങളുടെ അപ്പൻ ഗുരുക്കന്മാരെ തല്ലരുന്നത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവൻ പഠിക്കുന്നില്ലേ വിളിച്ച് 4 ചീത്ത പറയണോ, അല്ലെങ്കിൽ വെട്ടുകളാ. എന്ത് കണ്ടീഷനിൽ അവനെ കൊണ്ടുനടക്കാൻ പറ്റിയ 2 ചേട്ടന്മാരുണ്ട് അവന്. അവനെ തല്ലി നന്നാക്കാൻ അപ്പനെ ഏൽപ്പിച്ചിട്ട് പോയ ഞങ്ങളെയാ. ഇനി അവന്റെ ദേഹത്ത് തൊട്ടാ അപ്പന് കൊടുത്ത വാക്ക് ഞങ്ങളങ്ങ് മറക്കും. ഡോ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ താൻ വീട്ടിലുള്ളവരൊക്കെ തെറി പറയോ? വാ, ഇനി അവനെന്നല്ല വേറെ ഏതെങ്കിലും പിള്ളേരെ താൻ അങ്ങനെ ചീത്ത പറഞ്ഞു എന്നറിഞ്ഞ ഈ വീട് ഞാൻ തീയിടും. മനസ്സിലായ? വളസിഫ അല്ലേ ഡോ ശങ്കര മാഷേ, കൊല്ലം എത്ര പിള്ളേരോടോ തന്റെ സ്കൂളിൽ നിന്ന് തോറ്റു തൊപ്പിട്ട് പോണേ. എന്റെ അന്തസ്സായി തോറ്റുപോയി ഞങ്ങൾ 2 പേരടക്കം. പിന്നെ ഇവൻ മാത്രം പഠിക്കണം എന്ന് എനിക്ക് എന്താ അത്ര നിർബന്ധം? അതെ, ഒന്നുകൂടെ വന്ന്. ഇനി നമ്മളോട്ടുള്ള ദേഷ്യം തീർത്താണെങ്കിലോ? നമ്മളോട് ദേഷ്യം മറ്റേ ടീച്ചറുടെ പ്രശ്നേ. കാരണം മനസ്സിലവിടെ ഒരു സമാധാനമില്ലല്ലോ. ഇനി ആള് അവനെ പിടിച്ച് പിന്നെയും തല്ലിയാലോ? ഒരു സേഫ്റ്റി നോക്കിയാലോ? വീടിന് തീട്ടാലോ? അത് നല്ല പരിപാടി. ചേച്ചി മണ്ണെണ്ണ ഇരിപ്പുണ്ട്, അത് മതിയാവില്ല. നീ ആ ജീപ്പിന്റെ പുറകിൽ കന്നാസിൽ മണ്ണെണ്ണ ഇരിപ്പുണ്ട്, അത് എടുത്തിട്ട് വന്നേ. അയ്യോ വേണ്ട. അനിതയും മാത്യുവും തമ്മിൽ ഇഷ്ടത്തിലാ. ആണോ? പറയുമോളെ. ആണോന്ന്? മൗനം സമ്മതം. മുട്ട എന്നിവരുടെ മുമ്പ് തുടങ്ങി അല്ലേ? ശങ്കരമാവോ, പിള്ളേർക്ക് ഇപ്പൊ കെട്ടുപ്രായം ഒന്നും ആയിട്ടില്ല. കെട്ടുപ്രായ ഉടനെ ഞങ്ങൾ വന്ന് മാന്യമായി പെണ്ണ് ചോദിച്ചോളാം. ഇവനെന്താ കുറവ്? ഇങ്ങോട്ട് മാറിക്കിട്. കാശില്ലേ, അന്തസ്സില്ലേ, ആരോഗ്യമില്ലേ, പിന്നെ ഗ്ലാമർ ഞങ്ങളുടെ അത്രയും വരില്ലെങ്കിലും മാഷ്ടർ മോൾക്ക് ഓക്കെ. പിന്നെ കേട്ടിന് മുമ്പ് ഒരു അവത്തൊന്നും കാണിക്കാത്ത കാര്യം ഞങ്ങളേറ്റു. വീട്ടിൽ കയറി വന്ന് ചട്ടത്തരം പറയുന്നോ? എന്റെ കുക്കി ജീവനുള്ളത്തോളം കാലം ഇത് നടക്കില്ല. അതൊരു വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാ വലിയ ബുദ്ധിമുട്ടാവില്ലേ അല്ലേ? പക്ഷേ നമുക്ക് ഇയാളങ്ങ് തട്ടിയാലോ? കണ്ട
മര്യാദയ്ക്ക് നടത്തിയ നിങ്ങൾക്ക് കൊള്ളാം. ഞങ്ങൾ എന്തിനും തയ്യാറാ. ഇല്ലെങ്കിൽ ഈ പെണ്ണിനെ തൂക്കിയെടുത്ത് അവനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് കെട്ടാൻ പറഞ്ഞാ അവൻ കെട്ടും. ഇല്ലടാ? ആ നിന്നോടടാ. നീ എന്താ അങ്ങോട്ട് നോക്കണേ? നീ പറയേ. ചെക്കൻ ഷോക്കിലാ. ആണോ? നീ കെട്ടില്ലടാ. ആ പറയടാ. നീ കെട്ടില്ലെന്നു. ഇവനെന്താ മിണ്ടാണ്ടിരിക്കണേ? ഇല്ലാന്ന് കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ, ഇല്ലാന്ന്. ഇവന്മാരൊക്കെ പുറകെ നടന്ന് പറ്റിക്കുള്ളോ? അതെങ്ങനെയാ? കുടുംബത്തിന്റെ ഗുണം കാണിക്കാതിരിക്കോ? കാളവർക്കിയുടെ മക്കള് അമ്പലക്കാളകളായല്ലേ വരൂ. അച്ഛൻ ഇടപെട്ടില്ലായിരുന്നെങ്കിലേ നിന്നെയും വഴി തെറ്റിച്ചേനെ. എത്ര പെൺകുട്ടികളാണെന്നോ ഇവനെതിരെ കംപ്ലൈന്റ് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആ കുട്ടികളുടെ ഭാവി ഓർത്താ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യാത്ത. അല്ലെങ്കിൽ ഈ കേസേ പീഡന പീഡനം. തന്റെ മോളോട് ഈ നാട്ടുകാർ മുഴുവൻ നമ്മുടെ കുടുംബത്തെ പൊച്ചിക്കുമ്പോ ജയിച്ച് കാണിക്കണമെന്ന വാശിയാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നേ. പക്ഷെ നീയണ്ടല്ല, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും തോൽപ്പിച്ചടാ. നിന്റെ ചേട്ടന്മാരെ തോൽപ്പിച്ചു. സോറി മാഷ. അപ്പല്ലാണ്ട് വളർത്തിയതല്ലേ, കുറച്ച് കൂടുതൽ അടിച്ചുപോയി. ഇനി ഇവന്റെ ഭാഗത്തുനിന്ന് മാസ്റ്റർ മോൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അവനെ ഈ സ്കൂളിലേക്കൊന്നും വിടില്ല. വില്ലം പറമ്പിലെ ചവറ് അവിടെ കിടന്നോട്ടെ. സോറിട്ടോളെ രാഗരത്ത് പോടാ. ഇന്നും മോങ്ങാണ്ട് വാടാ. അളിയ എന്താ നിന്റെ കെട്ടിടക്ക് എത്ര ലേറ്റ്? ആ സംഭവത്തിന് ശേഷം എൻ്റെ പഠിപ്പ് മുടങ്ങിയതല്ലേ. ഇന്നത്തെ കാലത്ത് +2 പോലും പാസ്സാവാത്തവൻ ആര് പെണ്ണ് തരാനാ? പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധത്തെ ശരിയായി വരികയാണെങ്കിൽ നീ നാട്ടിൽ എനിക്കൊരു കോഴി ഇമേജ് ഉണ്ടാക്കി തന്നിട്ടില്ലേ, അത് കാരണം അതങ്ങോട്ട് മുടങ്ങും. പിന്നെ എന്തോ ദൈവഭാഗ്യത്തിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഈ ബന്ധം ശരിയായത്. എടാ നിന്റെ വീട്ടിലുള്ളവർക്ക് സത്യം അറിയില്ലേ? എത്ര ചറ്റയാണെങ്കിലും കൂട്ടുകാരൻ ഒറ്റ ശീലം എനിക്കില്ലടാ. പിന്നെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം നീയാണെന്ന് എൻ്റെ ചേട്ടന്മാരെങ്ങാനും അറിയായിരുന്നെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റണമെന്ന് പോട്ടെ, ആ മുറ്റത്തിട്ട് വെട്ടിക്കൂട്ടിയാന്. പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ടാ നിന്റെ ചേട്ടന്മാർക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ടെന്ന്. അത് ഇവന്റെ ചേട്ടന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും നിന്നോട് തോന്നും. അതിന് നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജനറ്റിക്കാ. ഞാൻ എങ്ങനെയാണ് അവളെ ഇഷ്ടമെന്ന് പറയണേ? എനിക്കൊന്ന് 17 വയസ്സല്ലേ ഉള്ളൂ. നിനക്കാണെങ്കിൽ കൂടെ വെക്കാൻ കട്ടയ്ക്ക് 2 ചേട്ടന്മാരെങ്കിലും ഉണ്ട്. എനിക്കോ ഒരാൾ പോലും ഇല്ല. കാലിൽ തുള്ളിയേക്കണ ചേട്ടന്മാരും ശങ്കരന്മാഷും നാട്ടുകാരും. എടാ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ ഓടിയതാ. ഇത്ര നട്ടലിന് ഉറപ്പില്ലെങ്കിൽ നീ എന്തിനാണ് പ്രേമിക്കാൻ പോയത്? ഇത് ഇത്ര വലിയ കുരിശാവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചേട്ടന്മാരോട് പോലും പറയാതെ എങ്ങനെയാടാ ഇത്ര കാലം? കുറച്ച് ദിവസമൊക്കെ മിണ്ടാണ്ട് പറയാണ്ടൊക്കെ ഇരുന്നു. പിന്നെ എൻ്റെ ചേട്ടന്മാരല്ലേ, അവരതങ്ങ് ക്ഷമിച്ചു. അവരടിപൊളിയാടാ. ആ ചേട്ടന്മാര് വീണ്ടും ഞാൻ കാരണം നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാന്നുള്ളൊരവസ്ഥ ഉണ്ടായാല് അതൊക്കെ വിടറാ. എടാ അവച്ചിരി ഡിപ്രഷനിലാട്ടോ, ശ്രദ്ധിക്കണേ. മാത്യു, മാത്യു, ഇവനോടെ പോയി. മാത്യോടെ എനിക്ക് മാത്യോടെന്ന് അവനെ കാണാനില്ലേ? ജോണേ കിണറ്റി നോക്കിയാ? അല്ല കുളത്തിലായിരിക്കും. ആശുപത്രി കൊണ്ടേ കാണും. മോർച്ചറിയിൽ എന്താ പ്രശ്നം? അല്ല ഈ മാത്യു
മനുഷ്യനെ പേടിപ്പിക്കില്ല. ഇനി ടെറസിന്ന് ചാടി ചാവാനായിരിക്കും. ഉറങ്ങാൻ സമ്മതിക്കില്ല. മാത്യു, ആ നീ ഇവിടെ നിൽക്ക. നീ ഒന്ന് നോക്കിയേ പാകണമെന്ന് അറിയാനാ. എന്തെങ്കിലും ഓൾട്രേഷൻ ഒക്കെ വരുത്തും ചെയ്യാലോ. കേട്ടിന് 2 ദിവസം കൂടിയുള്ളോ, സമയമില്ല. ആ പിന്നെ സംഭവം ഇട്ടിട്ട് എല്ലാരും ഒന്ന് കാണിച്ചോട്ടാ. വല്ല കുറ്റക്കുറവുണ്ടെ ഇപ്പൊ എന്നെ പറഞ്ഞിരിക്കട്ടെ. ഇന്ത്യ ഡ്രസ്സിന്റെ കാര്യല്ലേ പെണ്ണുങ്ങൾ തീരുമാനിക്കില്ലേ? അപ്പോട്ട് അല്ല കൂറി എല്ലാം അവിടുത്തെ എത്തിയിട്ടില്ലേ? എപ്പോഴൊന്നും പോയിട്ടില്ലല്ലോ. മാത്യോ, നീ അവിടെ എന്തുണ്ടാക്ക? ഒന്ന് വേഗം ഇറങ്ങി. വല്യമ്മച്ചി അവിടെ പോവാൻ നിക്ക. റൈച്ചലേ ആ കറി എടുത്തേ. ആഹാ കലക്കിട്ടാ. ആ ഇറങ്ങിയാ കൊള്ളാലോ. റൈച്ചലേ എങ്ങനെയുണ്ട്? കൊള്ളാലോ, നല്ല രസമായിട്ടുണ്ട്. കണ്ടാ, ഇങ്ങനെയാണ് മണവാളം ചെക്കെന്ന് പറഞ്ഞാ. അല്ലാണ്ട് നിന്റെ പോലെ ഷെയർവാണി ഇട്ടിട്ട് രാജാവിന്റെ ഷൂസ് ഇട്ട് നിക്കല്ലേ ചെയ്യാ. എന്റെ പൊന്ന് ചേട്ടായി, നിങ്ങളല്ലേ മേടിച്ചത്? ഞാനായിരുന്നു. ആ നന്നായിരുന്നു. വല്യമ്മച്ചി പോയി കാണാം. നീ അങ്ങോട്ട് ചെല്ല്. കാറിലെത്തിയ 4 അംഗ സംഘം സുമേഷിനെ ആക്രമിച്ചത്. അടിപൊളിയാടാ. നിരവധി ക്രിമിനൽ വല്യമ്മച്ചി, ആ ചായ എടുത്ത് കുടിച്ചേ. ആ ചായയുടെ ചൂടാറിപ്പോ. എന്തോ നല്ല സായിപ്പിനെ പോലെ ഇരിക്കണ്. നല്ല മിടുക്കനാണ് കേട്ടാ. അവര് പിന്നെ എന്റെ നിറം കിട്ടാണ്ടിരിക്കോ? കനകാപുരി ഹോട്ടലിലെ പെൺവാണിഭ കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. റെയ്ഡിൽ രക്ഷപ്പെട്ട 3 പ്രതികൾ ബാങ്ക് മോഷ്ടാക്കളാണെന്ന് പോലീസ് അറിയിച്ചു. ബാങ്കിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. കൊലയാളികളായ ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ ജനങ്ങളുടെ സഹായം പോലീസ് തേടുന്നു. അതിന്റെ ഭാഗമായി പ്രതികളുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പേരിലേക്ക് വാർത്തകൾ വിശദമായി പരിശോധിക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. അളിയ എന്താണ് ഇതൊക്കെ? ബാങ്ക് മോഷണോ കൊലപാതകോ? നീ ചട്ടി വെച്ച് തട്ടിയ പോലീസുകാരനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയ അവന്മാർ വെറുതെ ഇരിക്കൊന്നുമില്ല. അതിനെന്തിനാ ഈ കേസൊക്കെ? കേസ് സ്ട്രോങ് ആക്കാൻ രേഖാചിത്രം വരയ്ക്കാനും TV പരസ്യം കൊടുക്കാനും സാധാ പെണ്ണ് കേസ് കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയവരെ പൊക്കുകയും ചെയ്യാം. തെളിയാതെ കിടക്കുന്ന ഒരു ബാങ്ക് മോഷണ കേസ് ക്ലോസും ചെയ്യാം. ഛേ, ആകെ അലമ്പായല്ലോ. നീ ഇതെങ്ങോട്ടായി പോണേ? വാടമണ്ട. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. സ്ഥലം അറിഞ്ഞാലേ നീ വരുള്ളൂ. ഇങ്ങോട്ട് വാടാ. ഇനി കൂട്ടുകാരോട് പ്രത്യേകം പറയണ. വാടാ ഇങ്ങട്. ഞാൻ പറഞ്ഞ അവനോട് വാ. ഞാൻ പോയിട്ടേ അവരോട് സംസാരിക്കാം. അവന്മാരെ പുറത്ത് മാത്യു നീ ഇറങ്ങിക്കോടാ. ചെല്ലടാ. എങ്ങട്ടാ രണ്ടും ഇരിയടാ അവിടെ. നിങ്ങള് മാത്യു എനിക്കുണ്ടല്ല അവന്മാർ രണ്ടുപേരോടും ഭയങ്കര സൂയ. എനിക്ക് മാത്രല്ല സ്റ്റീഫനും. എന്താ അറിയോ, പണ്ടൊക്കെ നിന്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടായിമാരും കൂട്ടുകാരും ഒക്കെ ഞങ്ങൾ രണ്ടുപേരായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ജോലി തിരക്കൊക്കെ ആയി, കെട്ടിയോളായി, കുട്ടിയോളായി. നിനക്ക് വേണ്ടത്ര സമയം തരാൻ പറ്റിയിട്ടില്ല. ആ ഗ്യാപ്പിലാണ് ആ 2 തെണ്ടിയോള് നിന്റെ കൂട്ടുകാരായി. പിന്നെ നമ്മൾ ഔട്ടായി. നീ നിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യണം. നമ്മൾ വേണ്ടല്ലോ. സാരില്ല, നല്ലതാ. എന്തറിയോ, എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം തന്നെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കൂട്ടുകാരനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ഉറപ്പ് വേണം. അല്ലെങ്കിലേ മുതുകത്ത് കുത്താ കിട്ടും.
പിന്നെ ഒരു കാര്യമുണ്ട്, അവന്മാർ നിന്നെ ചതിച്ചാലും നിന്നെ ഒരിക്കലും ചതിക്കാത്ത 2 കൂട്ടുകാരന്മാർ നിനക്കുണ്ട്, നിന്റെ ചേട്ടായിമാർ. പിന്നെ പടത്തിൽ പറഞ്ഞ വരി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനി ടൈം എനിവേർ എനിബഡി ചട്ടയ്ക്ക് ഞങ്ങളുണ്ടാവും കൂടെ. ആ ധൈര്യം നിനക്ക് വേണം. ആ ചോട്ടാ, ഒരു വെള്ളെടുത്തേ. എന്തൊരു നിന്റെ പ്രശ്നം ധൈര്യമായിട്ട് പറയും. ആ ഒന്നുമില്ല, നീ പറയണത്. നിന്റെ മോന്ത പറയാ എനിക്കറിയാം, മനസ്സിലായ? പിന്നെ നിനക്ക് പറയാൻ അവതരിപ്പിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ നീ പ്രശ്നം സമയം എടുത്തോ. തിരിച്ചാ വണ്ടി കാരണവരുള്ള സമയം നീ എടുത്തോ. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കനകാംബി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടവർ മലയാളികളാണെന്ന വിവരം പോലീസ് പുറത്തുവിട്ടു. പ്രതികളെ പിടിക്കാൻ കേരള പോലീസിന്റെ സഹായം തേടുമെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസും പ്രതികളുടെ മേൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. എന്തൊരു കഷ്ടം! ഓരോ തെണ്ടികളാരനെ മലയാളികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടേ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ റോഡിലിട്ട് വെട്ടി കൂട്ടാ വേണ്ടേ. ആ നീ പറയും, ധൈര്യമായിട്ട് പറയടാ, എന്താ എന്റെ പ്രശ്നം? ചേട്ടന്മാരിലേക്കണേ പറയേ. ഇല്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഫ്രീഡൊക്കെ നഷ്ടമാവുന്നുള്ളൊരു അതും, പിന്നെ ലിസി അവള് നമ്മുടെ ചേട്ടത്തിമാരൊക്കെ ആയിട്ട് സിംഗാവോന്നുള്ളൊരു ടെൻഷൻ. എന്താടാ, എന്താണ് നിന്റെ പ്രശ്നം? ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിട്ട്. അതൊന്നും നീ പേടിക്കണ്ട. അവള് നല്ല കുട്ടിയാ. ഒരു ഫ്രീഡം നിനക്ക് നഷ്ടപ്പെടില്ല, ഉറപ്പാണ്. പിന്നെ നിന്റെ ചേട്ടത്തിമാരുടെ കാര്യം, അത് എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടാ. സാരില്ല, അതൊക്കെ ശരിയാവും. നീ വണ്ടി വരും, വണ്ടി വരും. ഒക്കോ ഇതാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമായിട്ട്. നീ കേറിക്കോ. എന്തായി? ഏയ് ഒന്നുമില്ല, അവരെന്തോ ചെറിയ ടെൻഷൻ. അത്രേ ഉള്ളൂ. നിങ്ങളെന്താ പാട്ടൊക്കെ നിർത്തിയേ? പാടാ, പാടിക്കോ. മാത്യു, നീ ചേട്ടന്മാരടുത്ത് വല്ലതും പറഞ്ഞാ? പറയാൻ പോയതാ. പറയാൻ പോയാ? ആ കാട്ടാളന്മാരോടാ. ആരുടെ കാട്ടാളൻ? നിനക്കുണ്ടല്ലോ ഒരു തന്ത. വിളിക്കടാ, വിളിച്ചു പറയടാ, നീ ഒരു പെണ്ണ് കേസിലോട്ട് കിടക്കാണ്, രക്ഷിക്കാൻ പേരില്ലടാ. നിന്റെയൊക്കെ കുടുംബം എനിക്ക് അറിഞ്ഞുകൂടറാ. ആവശ്യമുള്ളതിന് ആവശ്യമില്ലാത്തതിനും കാശ് അയച്ചു തരാന്നല്ലാതെ നിന്നോട് 2 നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിന്റെ തന്ത? നിനക്കുണ്ടൊരു അപ്പനമ്മയും 24 മണിക്കൂറും കർത്താവിനെ സേവിച്ച് നടക്കാന്നല്ലാതെ നിന്നെ നോക്കിയിട്ടുണ്ടോ, നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ ചേട്ടന്മാരെ എനിക്ക് വേണ്ടി ചാവടാ. ഓരോണ് കോട്ടോളം ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. എടാ, ഈ പ്രശ്നത്തിന്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. ഇത് പുറത്തറിഞ്ഞ എന്റെ കുടുംബം, ഇവന്റെ ജോലി എല്ലാം കൈവിട്ട് പോകൂട്ടാ. പോട്ടറാ, എനിക്കെന്താ ഇവന്റെ ജോലി? എനിക്ക് മറ്റതാ. പിന്നെ നിന്റെ ഭാര്യ, അവള് പോട്ടറാ, അവളെങ്കിലും രണ്ടും രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോന്ന് ആലോചിക്ക്. അപ്പഴാ ഇത്രയും കാലം നിങ്ങളെ നോക്കി ബഹുമാനിച്ചവരും സ്നേഹിച്ചവരൊക്കെ നിങ്ങളുടെ തനിക്കൊണ അറിയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു പേടിയുണ്ടല്ലേ? അനുഭവിക്കടാ, അനുഭവിക്ക്. ഞാൻ കൊറേ അനുഭവിച്ചാടാ. നിനക്കെത്ര പ്രാന്തായ? ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഇതിവിടെ വരെ എത്തിയത് തന്നെ ഭാഗ്യം. പിന്നെ നാട്ടുകാര്, അവർക്ക് പറയ ഒരു കഥ കൂടി, അത്രയേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞ എന്റെ ചേട്ടന്മാര് വിശ്വസിക്കും, എനിക്കത് മതിടാ. പക്ഷേ
പകൽമാന്യന്മാരായ നിങ്ങക്ക്. അതേടാ അതെ, ഇനി എന്റെ പേരിലേക്ക് ഇട്ടാ മതിയില്ലല്ല. പിന്നെ ആരുടെ പേരിലേക്ക് രണ്ടറാ? നീ ഈ കലിപ്പൊക്കെ ഒന്ന് വിട്ടൊന്ന് ആലോചിച്ച് നോക്കി, നിനക്കെന്നെ കാര്യങ്ങൾ മനസ്സിലാവും. മാത്യു, നിന്റെ ലൈഫിൽ നടന്ന എല്ലാത്തിനും നീ എടുത്ത തീരുമാനങ്ങളെ കാരണം. ആടാ അല്ല, ഞാൻ എനിക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങളാടാ, നിങ്ങൾക്കൊന്നും വേണ്ടിട്ടല്ലോ. അവൻ ആ അർത്ഥത്തിലല്ല. ഇനി അവരവരുടെ പ്രശ്നങ്ങൾ അവരവർ ഒറ്റയ്ക്ക് ഫേസ് ചെയ്താൽ മതി. ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾക്കൊന്നും വേണ്ടി ബലിയാടാവൻ ഇനി എന്നെ കിട്ടില്ലടാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുങ്ങാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെയും കൊണ്ടേ ഞാൻ പോവും. മാത്യു, ഞാൻ എന്താണ് ചെയ്തേ? വിളിയടാ, ഒന്ന് പോണം. മാത്യു, ധീരജ്, വള്ളിക്കെട്ടാണ്. വന്മാരായിട്ടുള്ള കൂട്ട് വേണ്ടാന്ന് പണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ കെട്ടിന്റെ സമയത്ത് നിനക്ക് ഇങ്ങനെ ഒപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? പറ്റിപ്പോയിക്ക, ഇതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഊരി കിട്ടിയാൽ മതി. നിന്റെ ചേട്ടന്മാർക്ക് ഈ കാര്യം അറിയോ? അവർക്ക് ഇതൊന്നും അറിയില്ല. അവരറിയാണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഇതൊന്ന് സോൾവ് ചെയ്യണമെന്നുണ്ട്. വല്ല വഴി ഉണ്ടെങ്കിൽ പറ. ഈ പെണ്ണ് നൂരിയാലുവേ ജീവിതകാലം മുഴുവൻ നാണക്കേടായിരിക്കും. അമ്മാവന്റെ ഇൻഫ്ലുവൻസ് വെച്ച് എന്നെ ഒന്ന് അത് നടക്കില്ലടാ. ഈ വക പെണ്ണ് കേസിൽ പെട്ട് എൻ്റെ ഇമേജ് കളഞ്ഞ് എൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറില്ല. നാട്ടുകാരറിഞ്ഞാൽ നിന്റെ കെട്ടുമുടങ്ങും. പിന്നെ ഇതിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ. ഒരു കാര്യം ചെയ്യാം, മാപ്പ് സാക്ഷിയാക്കാം. എന്ന് വെച്ചാ നമുക്ക് നൈസായിട്ട് കാലുവാരാന്ന്. ഈ ചെയ്തൊക്കെ അവന്മാരാണെന്ന് പറയണം. പിന്നെ നീ ഈസിയായിട്ട് അങ്ങ് ഊരിപ്പോരും. അപ്പൊ അവന്മാരോ? പെൺവാണിപ്പം, ബാങ്ക് മോഷണം, കൊലക്കുറ്റം അല്ലേ? എല്ലാം കൂടെ ചേർന്നൊരു ജീവപര്യന്തവനെ കിട്ടാൻ സ്കോപ്പ് ഉണ്ട്. അങ്ങനെ കൂട്ടുകാരെ ഒറ്റ കൊടുത്ത് എനിക്ക് മാത്രം അങ്ങനെ രക്ഷപ്പെടണ്ടാ. നിന്നെയൊക്കെ വിളിച്ച് എന്നെ വേണം തല്ലാൻ. നീ ഒരു കാര്യം ചെയ്യേ, നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അങ്ങോട്ട് പറ. മനസ്സിലായോ? ഒരു കാര്യം മാത്രം പറയരുത്. എന്റെ മാത്യു, നീ ഇങ്ങനെ മടിച്ചു നിന്ന് ഞാൻ അവരാദ്യം പോയി മൊഴി കൊടുക്കും പോലീസിന്. പിന്നെ നീ തൂങ്ങും, നിന്റെ കല്യാണം മുടങ്ങും, ചേട്ടന്മാര് നാണം കെടും. നിന്റെ ലൈഫ് നീ തീരുമാനിക്കും. Ah!
മുതുകത്ത് കുത്താൻ വന്നതാണല്ലോ ചേച്ചേ. നീ പിന്നെ കുറിക്ക് സർബത്ത് കുടിക്കാൻ വന്നാണല്ലോ. ജയിലെങ്കിൽ ജയിലിൽ കൊന്നിട്ട് ഞാൻ പോവുള്ളൂ. നിനക്കെന്തിനാ പുല്ലേ എന്നോട് ഇത്ര കലിപ്പ്? ഞാനെന്ന് നിന്നോട് നടന്നെല്ലാം പറഞ്ഞ് മാപ്പ് വെച്ചല്ലേ? അതിനു മുമ്പ് അനിത, നിനക്കറിയില്ലടാ എനിക്ക് അവളെ അത്ര ഇഷ്ടമാണെന്ന്. എന്നിട്ട് നീ അവളെ പ്രപ്പോസ് ചെയ്തടാ. അളിയാ, നീ സമ്മതിച്ചിട്ടല്ലടാ ഞാനെന്ന് അവളോട് പോയി ഇഷ്ടാണെന്ന് പറഞ്ഞേ. നീ എന്താ രാത്രി ഇവിടെ? പറയാം, വാതിലൊടുക്ക്. വന്നേക്കാണ് പേടിപ്പിക്കാൻ. നീ പോയി കഴിഞ്ഞപ്പം മാത്യു നല്ല ടെൻഷനിലായി. അവള് നോ പറഞ്ഞ ആകെ നാണക്കേടാവില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ വേണ്ടാന്ന് വെച്ചോ? അവൻ എന്നോട് നൈസായിട്ട് അവളടുത്തൊന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്തൊട്ട് പ്രപ്പോസ് ചെയ്തോട്ടെന്നോ? ആ, ഞാനാണെങ്കിൽ അവന് വേണ്ടിയില്ലെന്ന് വിചാരിച്ചു പോയി ചോദിക്കുകയും ചെയ്ത്. അവക്ക് അവൻ ഇഷ്ടല്ല എന്ന് പറഞ്ഞടാ. നിന്നൊക്കെ പറഞ്ഞിട്ടോ, നേരിട്ട് പോയി എല്ലാം സെറ്റായനെ. ഞാൻ കാരണമൊന്നുമല്ല, അവക്ക് വേറൊരാളെ ഇഷ്ടമാണ്. വേറൊരാളോ? അതാരങ്ങനെ ഒരാള്? നിന്നെ. അതെന്നെ ശരിയാവും. അവളുടെ ഇഷ്ടമല്ലടാ, നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ നിനക്ക് അവളൊരു നോട്ടുണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? നീ പറഞ്ഞു അവളെ കിട്ടിയാ പിന്നെ വേറൊരുത്തിന്റെ മുഖത്ത് നോക്കൂലെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അത് അവന് ഇഷ്ടാവണേക്കാൾ മുമ്പല്ലേ? ഇപ്പൊ പെങ്ങളെ പോലെയാണ്, ബ്രോക്കോഡാണ്. ബ്രോക്കോഡ് അവനെയോ അവക്ക് ഇഷ്ടമല്ല, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള് ട്രൈ ചെയ്യുന്നല്ലേ നല്ലത്. നീ ട്രൈ ചെയ്യടാ. അവന് ഫീലിങ്സ് ആവില്ലേ? എന്ത് ഫീലിങ്സ്? ഈ മാറ്റർ ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ടെന്താ? അവൻ അവളില്ലെങ്കിൽ വേറൊരുത്തി എന്നുള്ള ലൈനാ. നിന്നോട് ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. അവ അങ്ങനെ പറഞ്ഞ? ആ, വേണമെങ്കിൽ നീ പഠിപ്പിച്ചിട്ടുള്ള പാട്ടും പാടി സ്റ്റൈലായിട്ട് പ്രപ്പോസ് ചെയ്തോളാനാ എന്നോട് പറഞ്ഞു. അതിലല്ലേ ഞാൻ ഇവിടെ വന്നേ. ആ, നീ ട്രൈ ചെയ്യടാ. സർ സർ പ്ലീസ് സർ സർ ഇതൊന്ന് കേൾക്കണം സർ. പുറത്താടി നടക്കുക, അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്റെ കാര്യം ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം മാറിക്ക്. ഇങ്ങനെ നഞ്ഞ ജലദോഷമൊക്കെ വരില്ലേ? വേദന അറിയില്ലേ? നിന്റെ അല്ല അടി, വേദന ഇല്ലാണ്ടിരിക്കൂ. മതിയടാ. മതിയോ? എടാ, നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു കൊച്ചുമായി. നിന്റെ കല്യാണവും ഇപ്പൊ കഴിയും. എന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? പള്ളിക്ക് കൊടുക്കാനുള്ള നേർച്ചക്കോഴിയായിട്ടാണ് ഞാൻ വളർന്നേ. പ്രേമിക്കാനുള്ള കഴിവ് പണ്ടേ ഇല്ല. വീട്ടുകാർക്കാണെങ്കിൽ പെണ്ണ് കെട്ടിക്കാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല. നീയൊക്കെ കാമതകം കളിച്ചൊരു 100 വളച്ചിണ്ടാവില്ലേ? എന്റെ ലൈഫിൽ ഒരു പെണ്ണ് പോലും ഇല്ലടാ. ഞാനും ഒരു സാധാരണ മനുഷ്യനാ. എനിക്കുണ്ട് ആഗ്രഹങ്ങളും വികാരങ്ങളും ഒക്കെ. അങ്ങനെ ആ ദുർബല നിമിഷത്തില് ഞാൻ ആ മൈൽവാനത്തിനെ വിളിച്ചൊരു പെണ്ണിനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്തു. അത്ര തന്നെ. അപ്പൊ നീയല്ലേ പെണ്ണിനെ കയറ്റിയത്? എടാ, ഞാൻ വിചാരിച്ചു നീയാണെന്ന്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആദ്യ രാത്രി പണി കിട്ടുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് നീ ഒരു പെണ്ണിനെ വിളിച്ചു കയറ്റി എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിരിക്കും. എടാ, നിങ്ങളിപ്പോ എന്തിനാ എന്നെ വെള്ളത്തിൽ മുക്കിയേ? അതെ, അറിയേ. അനിത മനസ്സിലായോ? ഓ, അത് നിനക്ക് നമ്മളെ ക്ലാസ്സിൽ പഠിച്ച ഹേമേനെ ഓർമ്മയുണ്ടാ? അവന് ഓർമ്മ പോലും ഇല്ല. അവളെനിക്ക് എന്തിഷ്ടായിരുന്നു എന്നറിയാം. അവളെ വളയ്ക്കാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചതാ. പക്ഷെ പെണ്ണുങ്ങൾക്കൊക്കെ ഈ നാറിയല്ലേ വേണ്ടു. അതും അനിത തമ്മിൽ എന്താ ബന്ധം? ഇതെന്റെ കഥയാ. ഞാനേ എനിക്കിഷ്ടമുള്ളതുപോലെ പറയും. ആ, അനിതേനെ ഇവന് കിട്ടിയ
ഇവൻ ബാക്കിയുള്ള എല്ലാ പെണ്ണുങ്ങളെയും വെറുതെ വിടും. അപ്പോൾ ഹേമേനെ എനിക്ക് കിട്ടും. അതാ ഞാൻ അനിതയെ നിനക്ക് പകരം ഇവനെ സെറ്റ് ചെയ്ത്. എന്തൊരു കുരുട്ട് ബുദ്ധിയാടാ നിന്റെ. എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. അനിതയെ കിട്ടിയിട്ടും ഈ തണ്ടിന്റെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായില്ലല്ലോ. അവളാണെങ്കിൽ ഒരു നാണവും ഇല്ലാണ്ട് ഇവന്റെ പുറകെ തന്നെ നടക്കുകയും ചെയ്തു. അല്ല, അത് പോയി നന്നായി. ഇതിനാണോടാ നാറി നീ ഞങ്ങളെ തമ്മിലടിപ്പിച്ച്? എന്നിട്ടും പിരിഞ്ഞില്ലല്ലോ. വിളിക്കാത്ത കല്യാണത്തിന് നാണില്ലാണ്ട് വീണ്ടും വന്ന് ഒട്ടി. നീയാണെങ്കിലോ സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുത്ത് പെങ്ങളാക്കി ഇവന്റെ കാര്യത്തിൽ വലിയ ത്യാഗിയായി. അന്ന് ഹേമേന്റെ കാര്യത്തിൽ ഞാൻ സഹായം ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? എന്റെ ക്ലാസ്സുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്, നിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ലാന്ന്. അന്ന് കുറച്ച് ആസിഡ് മുഖത്ത് വെച്ച് കടൽ ചാടിച്ച അവനെനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ പ്രേമിച്ച പെണ്ണിനെ തന്നെ നീ കയറി വളക്കുകയും ചെയ്ത്. ഇതെന്താടാ പെൺകുട്ടിക്ക് ഇവ റോമിയോ, ഞാൻ വേറൊരു ബ്രോമിയോ. ഇതൊക്കെ പറഞ്ഞ നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നാണോടാ തോന്നണേ? ഇതൊന്നും നീ പറഞ്ഞതിനൊരു ന്യായീകരണമല്ല മോനെ. ഇന്ന് നിന്നെ ഞങ്ങൾ കൊടുത്തോടോ. നിന്റെ ആ കേസിലെ പ്രതികളെ പിടിച്ചുട്ടാ. അതിന്റെ ന്യൂസ് വരുന്നുണ്ടോ ലൈവ്? അതിന്റെ ലിങ്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, നിനക്ക് ഒന്ന് നോക്കിയേ. ശരി നോക്കട്ടെ. വളരെ ഊർജിതമായ ഒരു അന്വേഷണത്തിന് ശേഷം കേസിലെ പ്രതികളെ വയനാട്ടിൽ നിന്നുമാണ് ഞങ്ങൾ പിടികൂടിയത്. സെക്യൂരിറ്റി ഗാർഡിനെ കൊന്ന് ബാങ്ക് മോഷണം നടത്തിയവർ കനകാംബി ലോഡ്ജിൽ ഒളിച്ച് താമസിക്കുമ്പോഴാണ് തമിഴ്നാട് പോലീസിന് ഇവരെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്. അവിടെ വെച്ചുണ്ടായ റെയ്ഡിൽ ഒരു പോലീസുകാരന്റെ തലയിൽ ചട്ടി കൊണ്ട് ആക്രമിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത്. പെണ്ണിനെ കുരിശ് വരച്ച് കേട്ടട്ടെ. അല്ല, നീരജനല്ലേ? ആ, അവനെവിടെയെങ്കിലും ഓ ആയിക്കോട്ടെ. എന്താ അല്ല, എന്തൊരു പരിങ്ങല്? ജലദോഷം ജലദോഷം അല്ല, ഇന്നലെ കുളത്തില് മുങ്ങാങ്കുഴി ഇട്ടപ്പം മുങ്ങാങ്കുഴിയിലെ വെള്ളം കൂടെ തലക്കൊണ്ടേ. വേറെ എന്താണ് 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 നിനക്ക് അവന്റെ കാര്യം ചേട്ടന്മാരോട് പറയാം. എടാ, എത്ര ചെറ്റിയാണെങ്കിലും കൂട്ടുകാരനൊറ്റാണ് പരിപാടി ഒന്നും എനിക്കില്ല, മനസ്സിലായ? ആ പിന്നെ വൈകിയാണെങ്കിലും നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ശരിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ല? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാം സെറ്റാക്കി തരാം. ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പച്ച മതി. വെള്ള മതി. വെള്ളയുണ്ട്. കണ്ടില്ല നീ? കണ്ടില്ല? എന്നാ വെള്ള പിടിക്കട്ടാ. നിനക്ക് അടിപൊളിയായിരിക്കും. എനിക്കൊരു പൊളിയില്ല. പോളിസാനം മക്കളെ, ഈ അപ്പച്ചനമ്മച്ചിക്കാണ് സത്യമാണോടാ? ഇതിന്റെ ഇടയ്ക്ക് ഈ കുരിശുകൾ ആരെ വിളിച്ച്? എന്ത് നിനക്ക് ദൈവവിളി വന്നു? മോളിന്ന് വിളി വന്ന്. പിന്നല്ലാതെ ഇനിയുള്ള ജീവിതകാലം മൊത്തം കർത്താവിന് വേണ്ടി മാറ്റി വെക്കാൻ കർത്താവിന് സ്തുതി. മക്കളെ, നിങ്ങളെ ഞങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. ഇവനെ വഴി തെറ്റിക്കുന്ന സാത്താന്റെ സന്തതികളായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ കരുതിയത്. പക്ഷേ അവനെ നേർവഴിക്ക് നയിച്ച ഇടയന്മാരാ നിങ്ങള്. ആണോ പച്ച? ആ, സത്യമല്ല പേര്. ഇതൊന്നല്ല പച്ച. അപ്പച്ച ഇങ്ങോട്ട് വന്നേ. എന്തോടാ? അമ്മച്ചി വാ. അതാ വരുന്നു.
8ന്റെ പണിയായിട്ട് വന്നിരിക്കാല്ലേ, ചത്താലും ഞാൻ ഈ ലോകം കേട്ടാ. നോക്കാട്ടാ. ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണക്കാരിയായ ഒരാളുണ്ട്. അതാരാ? ഇങ്ങോട്ട് വന്നേ. ദാ, അവരാണ്. എവിടേക്കാ? ഹായ് മാലാഖ. ആരാ മോനെ ഇവര്? ജോണിന്റെ ഫ്രണ്ടാ പച്ച. വലിയ സാമൂഹ്യ പ്രവർത്തകയാ. ജോണിന്റെ മനമാറ്റത്തിന് കാരണം ഇവരാ. വലിയ ഉപകാരം മോളെ. എന്റെ മോനെ ഒരു പുതിയ മനുഷ്യനാക്കിയല്ലോ. എനിക്ക് ഇപ്പഴാ തൃപ്തിയായ. അച്ഛന് മാത്രല്ല, അതെ, അതെ, അതെ. എത്ര പേരെ തൃപ്തിപ്പെടുത്തിയ ആളെ വരുന്നറിയോ? ആണോ? ഉപകാരമായി. എനിക്ക് കർത്താവ് നമ്മള് വിളി കേട്ടു. സത്യം അത് തന്നെ. അതും പോയി. എന്ത് ചെയ്താടാ അച്ഛനാവാ? എന്ത് യോഗ്യതാടാ എനിക്കുള്ളേ? നിന്റെ യോഗ്യത അതൊക്കെ നിനക്ക് ഉണ്ടടാ. കൊറേ പാപങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയതല്ലേ. ഇനി കുറച്ച് നാൾ പോയി കുറച്ച് പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യും. നന്നാവടാ. അയ്യോ ഇതല്ലേ നിന്റെ ബിസിനസ് മീറ്റിംഗ്? ഇതെന്ത് കോലമാടാ? പുതിയ ഹെയർ സ്റ്റൈല് നന്നായിട്ടില്ലേ? പ്ലാവിലല്ലോ, നാളുകാരായിരിക്കും. മിണ്ടരുത്, തല്ലി കൊല്ലും ഞാൻ. മോള് ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ കൂട്ടുകാരോട് കുടിച്ചു നടക്കുവല്ലേ? അയ്യേ മോളു, ചേട്ടൻ കുടിച്ചിട്ടില്ല. ഇതിപ്പോ എവിടെന്നാ? ആമസോണിന്ന്. ഊത്. അതെ, മാത്യു അവിടെ കെട്ടാഞ്ഞ് നന്നായി. അത് ശരിയാ. മൊത്തം കടിക്കണ ഫാമിലിയാ. അയ്യേ മോളു, ആൾക്കാരൊക്കെ കാണുന്നു. ആളുകളല്ല, പെണ്ണുങ്ങളെന്ന് പറ. ഇതിലേതിനെയാ നീ സെറ്റാക്കിയേ? ഓ, ഒരു കൊച്ചിന്റെ അപ്പനായി. എന്നിട്ട് നിർത്താനായില്ലേ നിന്റെ ഒലിപ്പി? നിന്നെ ഞാൻ ജോണ് സുഖല്ലേ? മാത്യു, കൺഗ്രാറ്റ്സ്. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. വൈഫ് എവിടെ? വൈഫ് ഞാൻ പോയി കണ്ടിട്ട് വരെ. കഴിഞ്ഞിട്ടില്ല. ഇവളെന്താ ഇങ്ങനെ? അനിത പഴയ അനിത അല്ലടാ. കൺഗ്രാറ്റ്സ്. എന്നെ മനസ്സിലായോ? ഞാൻ അനിത, നീരജിന്റെ വൈഫാണ്. മാത്യുവിന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചതാ. ഒരുമിച്ച് പഠിച്ചതാ. ഇല്ലില്ല, ഞങ്ങക്ക് പോവാൻ തിരക്കുണ്ട്. നീ ചുമക്കേണ്ട കുരിശാണാ ഞാൻ ചുമക്കണേ. എല്ലാം ഈ പുല്ലം കാരണം. കേറാൻ പറ്റി. പിന്നെ ഒരു ദിവസം വരാം, ഉറപ്പായി. നീരജേ, പിശാശ്. പെണ്ണുങ്ങളെ നമ്മളെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം. അവരുടെ ഫീലിങ്സ് പറഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അവര് ചില്ല് പോലെയാണ്, പെട്ടെന്ന് തകർന്നു പോകും. സോ ഹാൻഡിൽ വിത്ത് കെയർ അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ മുഖത്തടിച്ച് പോലെ സംസാരിക്കാൻ പാടില്ല. മനസ്സിലായോ? അനിത അവരെ നോക്കലട്ടാ. തലമുടിയൊക്കെ പറിച്ചെടുക്കൂ. സന്തോഷം. എന്നാലും എന്റെ ജോണെ, നീ എനിക്കിട്ട് ഒരു 100 മണി ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അറിയാതെ ചെയ്തിട്ടുള്ള ഈ ഉപകാരം ഉണ്ടല്ലോ, അത് പൊളിച്ച്. നീ മുത്താടാ മുത്ത്. അയ്യോ, ആ ചെറ്റയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റില്ലോ. ഇപ്പൊ മനസ്സിൽ ചെറിയൊരു ആശ്വാസം ഉണ്ട്. ആ സന്തോഷത്തിൽ നമുക്ക് ചെറുത് 2 അടിച്ചാലോ? നീ അച്ഛനാൻ പോവല്ലേ? അച്ഛൻ ഞാൻ അച്ഛനാൻ പോകുന്ന നീയല്ലേ? നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഗോവല്ല, പട്ടായ. അപ്പൊ നീരജ? നീരജിനൊക്കെ ഞാൻ ഇറക്കിക്കോളാം. എങ്ങനെ? എനിക്ക് കുരുട്ടുബുദ്ധി ഉണ്ടല്ലോ. പൊളിക്കല്ല. ഓക്കെ.